ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള ജോൺ ടി തോമസ് അച്ഛൻ, ഇടവക മിഷന്റെ പ്രവർത്തകരെ, സ്നേഹിതരെ, പഠന ക്ലാസ്സിൽ സംബന്ധിക്കുന്ന ഏവരുമേ, ഈ ക്ലാസ്സിൽ സംബന്ധിക്കുവാൻ, അതിൽ നേതൃത്വം നൽകുവാൻ എനിക്ക് അവസരം ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത്തരത്തിൽ എനിക്കൊരു അവസരം ഒരുക്കി തന്ന പ്രിയപ്പെട്ട ജോൺ ടി തോമസ് അച്ഛനോടും, ഈ ശുശ്രൂഷയ്ക്കായി എന്നെ ക്ഷണിച്ച എൻ്റെ സ്നേഹിതൻ പ്രിയപ്പെട്ട ജിനുവിനോടും, ഇടവ മിഷന്റെ ഭാരവാഹികൾ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. നാട്ടിലിപ്പോൾ നല്ല മഴയുടെ ഒരു അന്തരീക്ഷമാണ്. ഞാനിപ്പോൾ ക്ലാസ് എടുക്കുമ്പോഴും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കറണ്ട് പോയാൽ ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാകും. എങ്കിലും കറണ്ട് പോകാതെ ദൈവം കാത്തു സൂക്ഷിക്കും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഈ വെളിപാട് പുസ്തകത്തിന്റെ പഠനം വളരെ ശ്രദ്ധയോടും ഗൗരവത്തോടും കൂടി നമ്മൾ നടത്തേണ്ട ഒരു വലിയ ശുശ്രൂഷയാണ്. കാരണം വേദപുസ്തകത്തിലെ മറ്റ് പുസ്തകങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു പുസ്തകം എന്ന നിലയിൽ നമ്മുടെ ഒരു സവിശേഷമായ പരിഗണന ആവശ്യമുള്ള ഒരു പുസ്തകമാണ് വെളിപാട് പുസ്തകം. നമുക്ക് മറ്റ് പുസ്തകങ്ങൾ വായിക്കുന്നത് പോലെ ഒരുപക്ഷെ ഒറ്റ വായനയ്ക്ക് അതിൻ്റെ അർത്ഥതലങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. എന്നാൽ വളരെ ശ്രദ്ധയോടുകൂടി വെളിപാട് പുസ്തകം പഠിക്കുവാൻ ശ്രമിച്ചാൽ മറ്റേത് പുസ്തകങ്ങളെക്കാൾ വളരെ ശ്രദ്ധേയമായ പഠന വിഷയങ്ങൾ ഉൾപ്പെട്ട ഒരു പുസ്തകമാണ് വെളിപാട് പുസ്തകം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ നമുക്ക് 1-2 മണിക്കൂർ കൊണ്ട് പഠിച്ച് പൂർത്തിയാക്കാൻ സാധിക്കുന്ന ഒരു പുസ്തകമല്ല വെളിപാട് പുസ്തകം. എന്നാൽ ആ പഠനം എങ്ങനെ നിർവഹിക്കാം എന്നുള്ളതിനൊരു ഇൻട്രൊഡക്ഷൻ നൽകുക മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ എഴുതപ്പെട്ട ഒരു കാലഘട്ടത്തെക്കുറിച്ച് വളരെ സവിസ്തരമായി പഠിക്കുവാൻ ശ്രമിച്ചു. അതോടൊപ്പം തന്നെ വെളിപാട് പുസ്തകത്തിലെ 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ, അത് സഭാവിജ്ഞാനീയം, 7 സഭകൾക്കുള്ള സന്ദേശത്തിലൂടെ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചു. ക്രിസ്തു വിജ്ഞാനീയം എന്താണ് എന്ന്, അറുക്കപ്പെട്ട കുഞ്ഞാട് എന്നുള്ള ഒരു പ്രതീകത്തിന്റെ വെളിച്ചത്തിൽ ഒന്ന് പഠിക്കുവാൻ ശ്രമിച്ചു. അതോടൊപ്പം തന്നെ വെളിപാട് പുസ്തകത്തിലെ അവസാനത്തെ ചില അധ്യായങ്ങൾ, വളരെ ശ്രദ്ധേയമായ ചില വിഷയങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ ഈ പരിമിതമായ സമയത്തിനുള്ളിലെ ക്ലാസ്സിൽ നമുക്ക് ആ വിഷയങ്ങൾ ഒന്ന് ചർച്ച ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, വെളിപാട് പുസ്തകം നമ്മൾ ഈ വിചാരിക്കുന്നത് പോലെ അത്ര സങ്കീർണമായ ഒരു പുസ്തകമല്ല. ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ചും പ്രത്യാശയെക്കുറിച്ചും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സവിശേഷമായ പുസ്തകമാണ് വെളിപാട് പുസ്തകം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇതിലെ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് ഫെയ്ത്ത് ആൻഡ് ഹോപ്പ് ആണ്. വിശ്വാസവും പ്രത്യാശയും എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു തീം. ജീവിതത്തിലെ സങ്കീർണമായ ഒരു പ്രതിസന്ധിയുടെയൊക്കെ മധ്യത്തിൽ, ചില പ്രലോഭനങ്ങളുടെയൊക്കെ മധ്യത്തിൽ എങ്ങനെ ക്രിസ്തു വിശ്വാസികൾക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും എന്ന് ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. ജീവിതത്തിൽ ചില സമാനതകളില്ലാത്ത പ്രതിസന്ധി കടന്നു വരുമ്പോൾ നമുക്ക് എങ്ങനെ അതിനെ അതിജീവിക്കാൻ സാധിക്കും എന്ന് ഈ പുസ്തകം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് നമുക്ക് ധ്യാനിക്കുവാനും വായിക്കുവാനും പഠിക്കുവാനും പറ്റിയ ഒരു നല്ല പുസ്തകമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ചില പ്രശ്നസങ്കീർണമായ സാഹചര്യങ്ങളുടെ മധ്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ആശ്വാസം ലഭിക്കുവാൻ, നമുക്ക് മനസ്സിന് കുളിർമ ലഭിക്കുവാൻ, നമുക്ക് സൗഖ്യം ലഭിക്കുവാൻ, നമ്മുടെ വിശ്വാസ ജീവിതത്തെ കുറച്ചുകൂടെ ഒന്ന് പരിപോഷിപ്പിക്കുവാൻ നമ്മളെ ഈ പുസ്തകം സഹായിക്കുന്നുണ്ട് എന്ന് യാതൊരു തർക്കവും കൂടാതെ നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് മറ്റേത് കാലഘട്ടത്തെക്കാൾ കൂടുതൽ ഈ കാലഘട്ടത്തിൽ വെളിപാട് പുസ്തകത്തിന്റെ വായനയും പഠനവും വളരെ സജീവമായി നടക്കുന്ന ഒരു കാലഘട്ടം. പ്രത്യേകിച്ച് ചില വർഷങ്ങൾക്ക് മുമ്പ്, 2-3 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊരു കോവിഡിന്റെ കാലഘട്ടത്തിലൂടെ കടന്നുപോയി. പാൻഡമിക് പീരീഡിലൂടെ കടന്നുപോയപ്പോൾ ഏറ്റവും ശ്രദ്ധയോടുകൂടി പഠിച്ച ഒരു പുസ്തകമാണ് ബുക്ക് ഓഫ് റെവലേഷൻ. കാരണം ഒരു പാൻഡമിക് പോലുള്ള ഒരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ എങ്ങനെ ക്രിസ്തു വിശ്വാസികൾക്ക് അതിനെ അതിജീവിക്കാൻ സാധിക്കും? ചുറ്റുപാടുകൾ മുഴുവൻ നമ്മുടെ മുമ്പിൽ വാതിലുകൾ കൊട്ടിയടയ്ക്കുമ്പോൾ, ഈ പത്മോസ് ദ്വീപിൽ എല്ലാ വാതിലുകളും കൊട്ടിയടയ്ക്കപ്പെട്ട് കിടന്ന യോഹന്നാന്റെ അനുഭവങ്ങൾ നമ്മളെ അതിജീവനത്തിനുള്ള പാഠങ്ങൾ നൽകി ശക്തീകരിക്കുന്ന പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ ഈ പാൻഡമിക് പീരീഡ് പോലുള്ള കാലഘട്ടങ്ങളിൽ ഏറെ വായിക്കപ്പെടുകയും പഠിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത ഒരു പുസ്തകമാണ് വെളിപാട് പുസ്തകം. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിലെ അവസാന പുസ്തകം എന്ന നിലയിൽ
തീർച്ചയായിട്ടും നമുക്ക് സമയമൊക്കെ ലഭിക്കുമ്പോൾ അത് വായിക്കാനും പഠിക്കാനും നിങ്ങൾ ശ്രമിക്കണം. അതിനുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മുടെ 2 ക്ലാസ്സുകളിലൂടെ നമ്മൾ നിർവഹിക്കുന്നത്. നമുക്ക് ഇന്ന് പ്രധാനമായിട്ടും പഠിക്കാനുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് വെളിപാട് പുസ്തകത്തിലെ അവസാനത്തെ ചില അധ്യായങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന വിഷയങ്ങൾ. പ്രത്യേകിച്ച് 17, 18 അധ്യായങ്ങളിലും 20, 21 അധ്യായങ്ങളിലും പറയുന്ന 21, 22 അധ്യായങ്ങളിലും പറയുന്ന ചില വിഷയങ്ങൾ നമ്മൾ ഇന്ന് ഒരുമിച്ച് ചർച്ച ചെയ്യുവാനാണ് നമ്മൾ അല്പസമയം ചിലവഴിക്കുന്നത്. അതിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ വെളിപാട് പുസ്തകം എഴുതിയപ്പെട്ട കാലഘട്ടത്തെക്കുറിച്ചുള്ള ഏകദേശ ധാരണ നമുക്കുണ്ടാകും. ഏഷ്യ മൈനറിലെ 7 സഭകളിലെ ക്രിസ്തു വിശ്വാസികൾ ചില സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയുടെ മധ്യത്തിലൂടെ കടന്നുപോയ ഒരു കാലഘട്ടമാണ്. നമ്മൾ ഇന്ന് സന്തോഷത്തോടെ നല്ല സൗകര്യമുള്ള സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് ദൈവവചനം പഠിക്കുമ്പോൾ ഫസ്റ്റ് സെഞ്ച്വറി ക്രിസ്ത്യൻസ് കടന്നുപോയ സ്ട്രഗിൾസ് എന്തൊക്കെയായിരുന്നു എന്ന് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ റോമൻ ഭരണകൂടത്തിൽ നിന്ന് പലതരത്തിലുള്ള പീഡനങ്ങളെ അവർ നേരിടേണ്ടി വന്നു. ചക്രവർത്തിയെ ദൈവമായി കണ്ട് ആരാധിക്കുവാനുള്ള കൽപ്പന ചക്രവർത്തി പുറപ്പെടുവിച്ചു. ചക്രവർത്തിയെ തന്നെ രക്ഷകനും കർത്താവും ദൈവവും എന്ന് വിളിക്കണം എന്ന് ജനങ്ങളുടെ മേൽ നിർബന്ധം അടിച്ച് ഏൽപ്പിച്ചു. നിരവധി ടാക്സ് സമ്പ്രദായത്തിലൂടെ അവരുടെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുമാറ് ചില ചൂഷണത്തിന്റെ വ്യവസ്ഥകളൊക്കെ അവർ ആവിഷ്കരിച്ചു. ഇത്തരത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധിയുടെ മധ്യത്തിലൂടെ ക്രിസ്തു വിശ്വാസികൾ കടന്നുപോയ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് അവരെ ആശ്വസിപ്പിക്കുവാൻ, അവർക്ക് പ്രത്യാശ പ്രദാനം ചെയ്യുവാൻ, നിങ്ങൾ തളർന്നു പോകേണ്ടതില്ല എന്നവരെ ഓർമ്മിപ്പിക്കുവാൻ, നിങ്ങൾ ഏത് പ്രതിസന്ധി വന്നാലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം എന്നവരെ പഠിപ്പിക്കുവാൻ, നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ശക്തിയുള്ള ഘടനയോടാണ്, അതുകൊണ്ട് മറുത്തു പോകാതെ മടുത്തു പോകാതെ ധൈര്യത്തോടെ പാപത്തിന്റെയും തിന്മകളുടെയും ഘടനകളോട് പോരാടണം എന്നവരെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകം. അതുകൊണ്ട് ഒരു പോരാട്ടത്തിന്റെ ദൈവശാസ്ത്രം, ദ തിയോളജി ഓഫ് റെസിസ്റ്റൻസ്. നമുക്ക് പാപത്തിന്റെയും തിന്മയുടെയും ഘടനകളോട് എപ്പോഴും പോരാട്ടമുണ്ടല്ലോ. എങ്ങനെയാണ് ഈ പാപത്തിന്റെയും തിന്മയുടെയും ഘടനയോട് പോരാടി നിൽക്കേണ്ടത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ഈ വെളിപാട് പുസ്തകം. ഇതിന്റെ അവസാന അധ്യായങ്ങൾ നമ്മൾ ശ്രദ്ധയോടുകൂടി പഠിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഇതിന്റെ ആശയങ്ങൾ മനസ്സിലാകുന്ന രീതിയിലാണ് ഈ പുസ്തകം ക്രമീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് 17, 18 അധ്യായങ്ങളും അവസാന അധ്യായമായ 21, 22 അധ്യായങ്ങളും നമ്മളൊന്ന് താരതമ്യം ചെയ്ത് പഠിച്ചാൽ, ഇഫ് യു കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ മെസ്സേജസ് ഇൻ ചാപ്റ്റേഴ്സ് 17, 18 വിത്ത് 21 ആൻഡ് 22, നമുക്കിത് തമ്മിലൊന്ന് നമ്മൾ സാധാരണ പറയുമല്ലോ, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ്, നമ്മൾ താരതമ്യം ചെയ്തൊന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ ഇതിലെ ആശയങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ വെളിപാട് പുസ്തകത്തിൽ ചില ആശയങ്ങൾ നേരിട്ട് പറയുകയല്ല, മനസ്സിലായോ? മറ്റു പുസ്തകങ്ങളിലൊക്കെ നേരിട്ട് ചില ആശയങ്ങൾ പറയും. എന്നാൽ വെളിപാട് പുസ്തകത്തിൽ വളരെ ഇൻഡയറക്റ്റ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഉപയോഗിക്കുന്നത്. അതിനാണ് നമ്മൾ പറയുന്ന ചില സൈൻസ് ആൻഡ് സിംബൽസിലൂടെയാണ് വെളിപാട് പുസ്തകം സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ 1, 2 സെന്റൻസിൽ പറയുന്ന കാര്യങ്ങൾ ചില പ്രതീകങ്ങളിലൂടെ വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞു വെക്കുമ്പോൾ ചില നിഗൂഢങ്ങളായ അർത്ഥതലങ്ങൾ അതിന് പിന്നിലുണ്ട് എന്നും അത് മറ നീക്കി പുറത്തു വരേണ്ടതാണ് എന്നും നമ്മൾ പഠിക്കണം. അതുകൊണ്ട് വെളിപാട് പുസ്തകം അപ്പോക്കാലിപ്റ്റിക് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ പെടുന്നതാണ്. അപ്പോക്കാലിപ്സ് എന്ന് പറഞ്ഞാൽ ആ പദത്തിന്റെ അർത്ഥം മറ നീക്കി പുറത്തു വരിക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് നമുക്ക് ഒറ്റ വായനയ്ക്കോ ഒറ്റ നോട്ടത്തിനോ ഇതിന്റെ അർത്ഥം മനസ്സിലാകത്തില്ല. നമ്മൾ മറ നീക്കി അതിന്റെ അർത്ഥം എന്ത് ചെയ്യണമെന്നറിയാമോ? പുറത്തു കൊണ്ടുവരണം. അപ്പോഴാണ് അതിന്റെ ആശയം നമുക്ക് കൃത്യമായി മനസ്സിലാകും. വെളിപാട് പുസ്തകത്തിലെ അവസാനത്തെ അധ്യായങ്ങൾ പ്രത്യാശയുടെ സന്ദേശമാണ്, ദ മെസ്സേജ് ഓഫ് ഹോപ്പ് നൽകുകയാണ്. കാരണം ജനങ്ങൾ പീഡിപ്പിക്കപ്പെടുകയാണ്. ക്രിസ്തുവിശ്വാസികൾ നാളെയെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുകയാണ്. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുകയാണ്. എങ്ങനെ ഞങ്ങൾക്ക് ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ സാധിക്കുമെന്നുള്ള ആശങ്കയിൽ അവർ ജീവിക്കുക. ഈ സാഹചര്യത്തിൽ അവരോട് പറയുകയാണ്, നിങ്ങൾ നിരാശപ്പെടേണ്ട, നിങ്ങൾക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്. കാരണം ദൈവം ചരിത്രത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. അവർ ഗോഡ് ഈസ് ആക്റ്റീവ് ഇൻ ദ ഹിസ്റ്ററി. ദൈവം ചരിത്രത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോഡ് ഈസ് നോട്ട് ഓൺലി ദ ക്രിയേറ്റർ ഓഫ് ദ വേൾഡ്. ഈ ലോകത്തിന്റെ സൃഷ്ടിതാവ് മാത്രമല്ല, ഈ ലോകത്തിന്റെ സംരക്ഷകൻ മാത്രമല്ല, ഈ ലോകത്തിന്റെ വീണ്ടെടുപ്പുകാരൻ മാത്രമല്ല, ഈ ലോകത്തിന്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്ന ദൈവമാണ്. സോ ദ
ദ വേൾഡ് ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണ് എന്നുള്ള വലിയ പ്രത്യാശയുടെ അടയാളങ്ങൾ നൽകുകയാണ്. നമുക്കറിയാം, മാനുഷികമായ ചില ധാരണകൾ തെറ്റുമ്പോൾ, മാനുഷികമായ ചില ആശ്രയസ്ഥാനങ്ങൾ തെറ്റുമ്പോൾ നമ്മൾ ആശങ്കപ്പെടാറുണ്ട്. പക്ഷെ വെളിപാട് പുസ്തകം പറയുന്നത്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നതും നിർമ്മിച്ചതും ദൈവമാണെങ്കിൽ ദൈവം ഈ പ്രപഞ്ചത്തിന്റെ മേൽ പൂർണ്ണ നിയന്ത്രണമുള്ള ഒരു ദൈവമാണ് എന്ന് നിങ്ങൾ ഓർക്കണം. ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട്, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ദൈവത്തിൽ പ്രത്യാശിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന് വെളിപാട് പുസ്തകത്തിലെ അവസാന അധ്യായങ്ങൾ പറയുക. ഇത് നമ്മളെ കൃത്യമായി പഠിപ്പിക്കാൻ വെളിപാട് പുസ്തകത്തിന്റെ അവസാന അധ്യായങ്ങൾ ചില പ്രതീകങ്ങളിലൂടെയാണ് സംസാരിക്കുന്നത്. വെളിപാട് പുസ്തകത്തിന്റെ അവസാന അധ്യായങ്ങളിലെ പ്രതീകങ്ങൾ 2 പട്ടണങ്ങളാണ്. 2 cities as the symbols. 2 പട്ടണങ്ങളെ നമ്മുടെ മുമ്പിൽ വെളിപാട് പുസ്തകം അവതരിപ്പിക്കുക. ഈ പട്ടണങ്ങളെല്ലാം നമുക്ക് വളരെ പരിചയമുള്ള പട്ടണമാണ്. അതിലൊരു പട്ടണം ബാബിലോൺ എന്ന് പറയുന്ന പട്ടണമാണ്, ബാബിലോൺ. രണ്ടാമത്തെ പട്ടണം ജെറുസലേം എന്ന് പറയുന്ന പട്ടണമാണ്. അങ്ങനെ 2 പട്ടണങ്ങൾ വെളിപാട് പുസ്തകത്തിന്റെ അവസാന അധ്യായങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. മനസ്സിലായോ? എന്തിനാണ് ഈ 2 പട്ടണങ്ങൾ വെളിപാട് പുസ്തകത്തിന്റെ അവസാന അധ്യായങ്ങൾ കൊണ്ടുവരുന്നത്? 2 അടയാളങ്ങളായി ഈ പട്ടണങ്ങളെ കണ്ടാൽ മതി. ബാബിലോൺ എന്ന് പറയുന്ന പട്ടണത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ബാബിലോൺ എന്ന് പറയുന്ന പട്ടണത്തിന്റെ പ്രത്യേകത? നിങ്ങൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വിലാപങ്ങളുടെ പുസ്തകം പഠിക്കുകയാണെങ്കിൽ, അവിടെയെല്ലാം ബാബിലോൺ സാമ്രാജ്യത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. പഴയ നിയമത്തിലെ ഒരു പ്രധാനപ്പെട്ട പട്ടണമാണ് ഏത്? ബാബിലോൺ. നമുക്കറിയാം, ദൈവജനം യെരുശലേമിൽ വളരെ സന്തോഷത്തോടെ ജീവിച്ച ഒരു കാലഘട്ടത്തെ കുറിച്ച് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം പറയുന്നു. ദൈവജനം ശലോമോൻ നിർമ്മിച്ച യെരുശലേം ദേവാലയത്തിൽ ആരാധിച്ചുകൊണ്ട്, യെരുശലേമിൽ പാർത്തുകൊണ്ട് സന്തോഷത്തോടെ ജീവിച്ച ഒരു കാലഘട്ടം. വിശ്വാസത്തിൽ ജനം വളർന്നു വന്ന ഒരു കാലഘട്ടം. യെരുശലേം ദേവാലയം അവരുടെ ജീവിതത്തിന്റെ എല്ലാമായി തീർന്ന ഒരു കാലഘട്ടം. അങ്ങനെ സന്തോഷത്തോടും സമാധാനത്തോടും ദൈവജനം യെരുശലേമിൽ ജീവിച്ചു വന്ന ഒരു കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചു? അടുത്ത രാജ്യമായ ബാബിലോൺ എന്ന് പറയുന്ന സാമ്രാജ്യത്തിലെ ചക്രവർത്തി നെബുക്കദ്നേസർ എന്ന് പറയുന്ന ചക്രവർത്തി യെരുശലേം ആക്രമിച്ച് യെരുശലേം കീഴ്പ്പെടുത്തി എന്ന് നമ്മൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലും മറ്റ് പ്രവചന പുസ്തകത്തിലും പഠിച്ചിട്ടുണ്ട്. BC 587, 586, 587 കാലഘട്ടത്തിൽ. അപ്പോൾ എന്താണ് ഈ ബാബിലോൺ എന്ന് പറയുന്ന പട്ടണത്തിന്റെ പഴയ നിയമത്തിലെ പ്രത്യേകത? നമുക്കറിയാം, ദൈവജനത്തെ തകർത്ത് കളഞ്ഞ ഭരണകൂടമാണ് ബാബിലോൺ. ഈ ബാബിലോണിലെ ചക്രവർത്തി യെരുശലേമിൽ പ്രവേശിച്ച് ആദ്യം ചെയ്തത് എന്താണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ ചെയ്തതെന്ന് അറിയാമോ? യെരുശലേം ദേവാലയം തകർത്തു. മനസ്സിലായോ? ജനത്തിന്റെ ആരാധനയിടം തകർത്തു. യെരുശലേം ദേവാലയത്തിലെ വിശേഷപ്പെട്ട വസ്തുക്കൾ കൊള്ള ചെയ്തുകൊണ്ട് ബാബിലോണിലേക്ക് പോയി. യെരുശലേം ദേവാലയത്തിന്റെ ചുറ്റുമതിലുകൾ തകർത്തു. പട്ടണം തീ വെച്ച് നശിപ്പിച്ചു. ഈ പട്ടണത്തിൽ സന്തോഷത്തോടെ പാർത്ത ദൈവജനത്തിൽ ചിലരെ തെരഞ്ഞു പിടിച്ചു. മനസ്സിലായോ? അതിൽ ആരോഗ്യമുള്ളവരെയും ബുദ്ധിശക്തിയുള്ളവരെയും സൗന്ദര്യമുള്ളവരെയും ശുശ്രൂഷ മനോഭാവമുള്ളവരെയും നമ്മുടെ ദാനിയേൽ, ഹനന്യാവ്, അസറിയാവ്, മീശായേൽ ഉൾപ്പെടെയുള്ളവരെ തെരഞ്ഞുപിടിച്ച് പ്രവാസികളായി, അടിമകളായി ബാബിലോണിലേക്ക് കൊണ്ടുപോയി. ആ സാമ്രാജ്യമാണ് ഏത് സാമ്രാജ്യം? ബാബിലോൺ എന്ന് പറയുന്ന സാമ്രാജ്യം. അതുകൊണ്ട് ബാബിലോൺ എന്ന് പറയുന്ന പട്ടണത്തെ വെളിപാട് പുസ്തകത്തിൽ ഒരു പ്രതീകമായി അവതരിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ബാബിലോൺ എന്ന പദം ഉപയോഗിക്കുമ്പോൾ തന്നെ വെളിപാട് പുസ്തകത്തിന്റെ ശ്രോതാക്കൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ഈ പട്ടണത്തിന്റെ പ്രത്യേകത, എന്തുകൊണ്ടാണ് ഈ പട്ടണത്തെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവജനത്തെ തകർത്ത് കളഞ്ഞ ഒരു ഭരണകൂടമാണ് ബാബിലോൺ. എന്നാൽ വെളിപാട് പുസ്തകം എഴുതപ്പെട്ട കാലഘട്ടത്തിൽ ബാബിലോൺ ഇല്ല. മറിച്ച് ഈ ബാബിലോണിന്റെ സമാന സ്വഭാവമുള്ള ഒരു ഭരണകൂടമുണ്ട്. ആരാണെന്നറിയാമോ? റോമൻ സാമ്രാജ്യം. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. അതുകൊണ്ട് റോമൻ സാമ്രാജ്യത്തെ പ്രതീകവൽക്കരിക്കുവാനാണ്, സിംബലൈസ് ചെയ്യുവാനാണ് പഴയ നിയമത്തിലെ ഒരു പട്ടണമായ ബാബിലോൺ എന്നുള്ള പരാമർശം എവിടെ ഉപയോഗിക്കുന്നത്? വെളിപാട് പുസ്തകം. അപ്പോൾ നേരിട്ട് അത് ബാബിലോണിനെ പറയാനല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെ ആരെ പറയാനാണ്? റോമൻ സാമ്രാജ്യത്തെ പറയാനാണ്. കാരണം ഈ ബാബിലോണിന്റെ അതേ സ്വഭാവം തന്നെയാണ് ആർക്കുമുള്ളത്? റോമൻ സാമ്രാജ്യത്തിനുമുള്ളത് എന്ന് പറയുവാൻ, ഈ റോമൻ സാമ്രാജ്യത്തെ സിംബലൈസ് ചെയ്യുവാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പട്ടണമാണ് ഏത് പട്ടണം? ബാബിലോൺ എന്ന് പറയുന്ന പട്ടണം. നിങ്ങൾക്കറിയാമല്ലോ, റോമൻ സാമ്രാജ്യത്തിന്റെ ഭരണകാലഘട്ടത്തിൽ ആ ഭരണകൂടത്തെ ഏതെങ്കിലും രീതിയിൽ തങ്ങളുടെ എഴുത്തുകളിലൂടെ
നിഷേധിക്കുവാൻ ആർക്ക് സാധിക്കത്തില്ല. കാരണം പീഡനമേറുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അവർ ഭരണകൂട ഭീകരത നിർവഹിക്കുന്ന ഭരണകൂടമാണ് എന്ന് പറയുകയും വേണം. നേരിട്ട് പറയാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് അവരെ കുറിച്ച് പറയുകയാണ്. നിങ്ങൾ ആരാണെന്നറിയാമോ? നിങ്ങൾ ബാബിലോണിന് തുല്യരാണ് എന്ന് പറയുകയാണ്. അതുകൊണ്ട് ആ പട്ടണം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ദൈവജനത്തെ തകർത്ത് കളഞ്ഞ ഭരണകൂടം. അതിന് ബദലായിട്ട് ഈ വെളിപാട് പുസ്തകത്തിൽ ഉപയോഗിക്കുന്ന മറ്റൊരു പട്ടണമാണ് യെരുശലേം. യെരുശലേം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഈ ബാബിലോൺ യെരുശലേമിനെയാണ് തകർത്തു കളഞ്ഞത്. അതിന് ബദലായി ഇതാ വെളിപാട് പുസ്തകത്തിൽ ഒരു പുതിയ യെരുശലേം ഉദയം ചെയ്യുമെന്ന് പറയുകയാണ്. അത് ദൈവജനത്തെ സൂചിപ്പിക്കുന്ന ഒരു വലിയ പ്രതീകം. അതുകൊണ്ട് ബാബിലോൺ എന്നുള്ളത് റോമൻ സാമ്രാജ്യത്തെ വെളിപാട് പുസ്തകത്തിൽ സൂചിപ്പിക്കുന്ന പദമാണെങ്കിൽ, പുതിയ യെരുശലേം എന്ന് പറയുന്നത് ദൈവജനത്തെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. നമുക്ക് വേണമെങ്കിൽ സഭയെ സൂചിപ്പിക്കുന്ന ഒരു പദമായി അതിനെ ചിത്രീകരിക്കുന്നതിൽ യാതൊരു തെറ്റും. അതുകൊണ്ട് വെളിപാട് പുസ്തകത്തിന്റെ അവസാന അധ്യായം പറഞ്ഞു വെക്കുന്ന ഒറ്റ സന്ദേശം എന്താണെന്നറിയാം? അതാണ് ഞാൻ ഈ സ്ലൈഡിന്റെ അവസാനത്തെ ലൈനിൽ എഴുതി. കം ഔട്ട് ഓഫ് ബാബിലോൺ ആൻഡ് എൻറ്റർ ഇൻ ടു ന്യൂ ജെറുസലേം. ഒറ്റ സന്ദേശമാണ് വെളിപാട് പുസ്തകത്തിന്റെ അവസാനം പറയുന്നത്. എന്താണെന്നറിയാമോ? യു ഷുഡ് കം ഔട്ട് ഓഫ് ദി ബാബിലോൺ. നിങ്ങൾ ബാബിലോണിൽ നിന്ന് പുറത്തു വരണം. പിന്നെ എവിടേക്ക് പ്രവേശിക്കണം? ന്യൂ ജെറുസലേമിലേക്ക്, പുതിയ യെരുശലേമിലേക്ക് പ്രവേശിക്കണം. ഈ ഒരു വലിയ ഇൻവിറ്റേഷൻ നൽകി വെളിപാട് പുസ്തകം അവസാനിക്കുകയാണ്. ദിസ് ഈസ് ദ ഗ്രേറ്റ് ഇൻവിറ്റേഷൻ. ദിസ് ഈസ് ദ ഗ്രാൻഡ് ഇൻവിറ്റേഷൻ ദാറ്റ് ദ ബുക്ക് ഓഫ് റെവലേഷൻ ഓഫറിംഗ് ബിഫോർ അസ്. നമ്മളോട് പറയുകയാണ്, ബാബിലോണിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണം. നിങ്ങൾ എവിടേക്ക് പ്രവേശിക്കണം? പുത്തൻ യെരുശലേമിലേക്ക് പ്രവേശിക്കണം. ഇതൊരു വലിയ ദൈവശാസ്ത്ര ചിന്തയാണ്. ഇനിയും നമ്മൾ ഈ ഒരു 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. എന്താ പഠിക്കാൻ പോകുന്നതെന്ന് അറിയാമോ? എന്തുകൊണ്ട് നിങ്ങൾ ബാബിലോണിൽ നിന്ന് പുറപ്പെട്ടു വരണം? എന്തുകൊണ്ട് നിങ്ങൾ പുതിയ യെരുശലേമിലേക്ക് പ്രവേശിക്കണം? ഒരു ചോദ്യം, അതിന് ഉത്തരം. അത് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടി ഇരുന്നാൽ വളരെ പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, ബാബിലോൺ എന്ന് പറയുന്നത് വെളിപാട് പുസ്തകം എഴുതിയ കാലഘട്ടത്തിലെ റോമൻ സാമ്രാജ്യത്തെ പ്രതീകവൽക്കരിക്കുക. അവരോട് പറയുകയാണ്, ഈ റോമൻ ഭരണകൂടം ബാബിലോണിന് സമാനമാണ്. നിങ്ങൾ അതിൽ നിന്നും അത് രൂപപ്പെടുത്തുന്ന പാപത്തിന്റെ ഘടനയിൽ നിന്നും, അത് രൂപപ്പെടുത്തുന്ന തിന്മയുടെ ഘടനകളിൽ നിങ്ങൾ പുറത്തു വരണം. കം ഔട്ട് ഓഫ് ബാബിലോൺ ആൻഡ് എൻറ്റർ ഇൻ ടു ന്യൂ ജെറുസലേം എന്ന് പറയുന്ന ഒരു ചിന്ത നമ്മൾ എപ്പോഴും ഓർക്കണം. അതുകൊണ്ട് വെളിപാട് പുസ്തകം പഠിക്കുന്ന എല്ലാവരും ഈ ഒരു ഇൻവിറ്റേഷന് മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിച്ചിട്ട് വേണം നമ്മുടെ പഠനം അവസാനിപ്പിക്കാൻ. നമ്മൾ ബാബിലോണിന് സമാനമായ ജീവിത പരിസരങ്ങളിൽ നിന്നും പുതിയ യെരുശലേമിന് സമാനമായ ഒരു ജീവിത പരിസരത്തിലേക്ക് പ്രവേശിക്കണം. എന്തുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ യോഹന്നാൻ കം ഔട്ട് ഓഫ് ബാബിലോൺ ആൻഡ് എൻറ്റർ ഇൻ ടു ന്യൂ ജെറുസലേം എന്ന് പറയുന്നത്? 3 കാരണം. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഒന്നാമത്തെ കാരണം ശ്രദ്ധയോടുകൂടി കേട്ടു. ബാബിലോൺ ആസ് എ വോർ ആൻഡ് ന്യൂ ജെറുസലേം ആസ് എ ബ്രൈഡ്. വളരെ പെട്ടെന്ന് നമുക്ക് ഓർക്കാം. ബാബിലോൺ ആസ് എ വോർ. ബാബിലോണിനെ ഈ പുതിയ വെളിപാട് പുസ്തകത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന എന്താണെന്നറിയാമോ? ഒരു വേശ്യയായിട്ടാണ് ചിത്രീകരിച്ചത്. വോർ. ന്യൂ ജെറുസലേമിനെ എന്തായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അറിയാമോ? ഒരു മണവാട്ടിയായിട്ടാണ് ചിത്രീകരിച്ചത്. നമുക്കറിയാം, വോർ എന്നുള്ളതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ബ്രൈഡ്, അല്ലേ? അപ്പോൾ ബാബിലോണിന്റെ പ്രത്യേകത എന്താണ്? ന്യൂ ജെറുസലേമിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ബാബിലോൺ ആസ് എ വോർ ആൻഡ് ന്യൂ ജെറുസലേം ആസ് എ ബ്രൈഡ്. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 17 വേഴ്സ് 5. ബാബിലോൺ ഈസ് ഡെപിക്റ്റഡ് ആസ് എ വോർ. അതൊരു വേശ്യ എന്നാണ് പറയുന്നത്. എന്താണ് പഴയ നിയമത്തിൽ വോർ എന്ന് പറയുന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്? അതിന്റെ അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നാണ് എന്റെ വിചാരം. വേശ്യാവൃത്തി എന്നുള്ള പദത്തിലൂടെ പഴയ നിയമത്തിൽ എന്താ ഉദ്ദേശിക്കുന്നത് അറിയാമോ? ജീവനുള്ള ദൈവത്തെ വിട്ട് നമ്മൾ അന്യ ദൈവങ്ങളിലേക്ക് പോകുന്നതിനാണ് പഴയ നിയമത്തിൽ വോർ എന്ന് പറയുന്ന പദം, വേശ്യാവൃത്തി ചെയ്തു എന്ന് പറയുന്ന പദം ഉപയോഗിച്ചത്. നമുക്കറിയാം, ഒരു മണവാളന്റെ കൂടെ ജീവിക്കേണ്ട ഒരു സ്ത്രീ ആ മണവാളിനെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റു പലരിലേക്ക് തിരിയുമ്പോഴാണ് നമ്മൾ വേശ്യാവൃത്തി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പഴയ നിയമത്തിൽ വോർ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ജീവനുള്ള ദൈവത്തിൽ വിശ്വസിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഈ ജീവനുള്ള ദൈവത്തെ പരിത്യജിച്ച് അന്യ ദൈവങ്ങളിലേക്ക് പോകുന്നതിനാണ് എന്തെന്ന് പറയുന്നതെന്ന് അറിയാമോ? വോർ എന്ന് പറയും. ബാബിലോൺ ആസ് എ വോർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ജീവനുള്ള ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവജനത്തെ അവർ പ്രവാസികളായി ബാബിലോണിൽ പിടിച്ചുകൊണ്ട് പോയിട്ട് എന്താ ചെയ്തതെന്ന് അറിയാമോ? അന്യ ദൈവ ആരാധന, ബാബിലോണിലെ ദൈവങ്ങളെ ആരാധിക്കുവാൻ വേണ്ടി നിർബന്ധിച്ചു എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവർ ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ടുപോയ സമൂഹത്തിൽപ്പെട്ടവരായിരുന്നു ദാനിയേൽ, ഹനന്യാവ്, അസറിയാവ്, മീശായേൽ തുടങ്ങിയ യുവാക്കൾ.
നെബൂഖദ്നേസർ രാജാവ് ഇവർ ബാബിലോണിയ സാമ്രാജ്യത്തിൽ എത്തിയപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ യുവാക്കളുടെ എല്ലാം പേരുകൾ ജീവനുള്ള ദൈവത്തിന്റെ പേരുമായി ബന്ധപ്പെട്ട പേരാണ്. ദാനിയേൽ എന്ന പേരിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? യഹോവ എന്റെ ന്യായകർത്താവ് എന്നാണ്. ഗോഡ് ഈസ് മൈ ജഡ്ജ് എന്നാണ്. അവ ജീവനുള്ള ദൈവത്തിന്റെ പേരുമായി ബന്ധപ്പെട്ട പേരാണ്. ഹനന്യാവ് എന്ന പേരിന്റെ അർത്ഥം യഹോവ കരുണയുള്ളവൻ എന്നാണ്. അസറിയാവ് എന്ന പേരിന്റെ അർത്ഥം യഹോവയെ പോലെയുള്ളവൻ എന്നാണ്. അപ്പോൾ ഇവരുടെ എല്ലാം പേരുകൾ ജീവനുള്ള ദൈവത്തിന്റെ പേരുമായി ബന്ധപ്പെട്ട പേരാണ്. അപ്പോൾ അവരുടെ വിശ്വാസം ആരിലാണ്? ജീവനുള്ള ദൈവത്തിലാണെന്ന് മനസ്സിലാക്കിയ ഈ ചക്രവർത്തി ചെയ്ത കാര്യം എന്താണെന്ന് അറിയാമോ? ഇവരുടെ എല്ലാം പേരുകൾ മാറ്റി. ദാനിയലിന്റെ പേര് മാറ്റി എന്ത് പേരാ കൊടുത്തെന്നറിയാമോ? ബേൽഷസർ എന്ന പേരാ കൊടുത്തത്. ബേൽഷസർ എന്ന പേരിന്റെ അർത്ഥം ബാൽ എന്ന് പറയുന്ന ബാബിലോണിയ സാമ്രാജ്യത്തിലെ ദേവന്റെ അടിമ എന്നാണ്. മനസ്സിലായോ? ജീവനുള്ള ദൈവത്തിന്റെ പേരുമായി ബന്ധപ്പെട്ട ദാനിയൽ എന്ന പേര് മാറ്റി ബേൽഷസർ എന്ന പേര് കൊടുത്തു. ഹനന്യാവ്, അസറിയാവ്, മീശായേൽ യഹോവയെ പോലെയുള്ളവൻ, യഹോവ സഹായിച്ചു, യഹോവ കരുണയുള്ളവൻ എന്ന പേരിൽ അറിയപ്പെട്ടവരുടെ പേര് മാറ്റി എന്താ പേര് കൊടുത്തെന്നറിയാമോ? ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന പേര് കൊടുത്തു. ശദ്രക് എന്ന് പറഞ്ഞാൽ ബാബിലോണിയ സാമ്രാജ്യത്തിലെ ശേഷക് എന്ന് പറയുന്ന ഒരു ദേവന്റെ അടിമ എന്നാണ്. അബേദ്നെഗോ എന്ന പേര് നെഗോദേവന്റെ അടിമയാണ്. അപ്പോൾ ഇവരെ എല്ലാം എന്ത് ചെയ്തെന്നറിയാമോ? ജീവനുള്ള ദൈവത്തിൽ നിന്നും അകറ്റി അന്യ ദൈവ ആരാധനയിലേക്ക് അവരെ വഴുതിക്കൊണ്ടുപോയി. അതുകൊണ്ടാണ് ബാബിലോണിനെ എന്തെന്ന് വിളിക്കുന്നത് അറിയാമോ? ബാബിലോൺ ഈസ് ഡെപ്പിക്റ്റഡ് ആസ് എ വോർ. അന്യദൈവ ആരാധനയിലേക്ക് വളർത്തിക്കൊണ്ടുപോയി. അതുപോലൂടെ ദൈവവുമായുള്ള ഉടമ്പടി ബന്ധത്തിൽ ഇവരെ എന്ത് ചെയ്തു? അകറ്റിക്കളഞ്ഞു എന്നുള്ളതാണ് ഈ ബാബിലോണിലെ പട്ടണത്തിന്റെ പ്രത്യേകത. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായി പഠിച്ച ഒരു കാര്യമാണ്. റോമൻ സാമ്രാജ്യവും എന്താ ചെയ്യുന്നറിയാമോ? അത് തന്നെയാണ് ചെയ്യുന്നത്. കർത്താവിനെ ആരാധിക്കുന്ന ജൈവജനത്തെ പ്രലോഭിപ്പിച്ച് ചക്രവർത്തി ആരാധനയിലേക്ക് കൊണ്ടുവരികയാണ്. ചക്രവർത്തിയുടെ പ്രതിമകൾ ആ പട്ടണത്തിൽ ഉണ്ടാക്കി വെച്ച് ചക്രവർത്തി ആരാധന നിർബന്ധമാക്കുകയാണ്. ചക്രവർത്തിയെ കർത്താവും ദൈവവും എന്ന് വിളിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. മനസ്സിലായോ? അതുകൊണ്ട് പഴയ നിയമത്തിൽ ഈ ബാബിലോൺ എന്ത് ചെയ്തോ അതേ പ്രവർത്തനം തന്നെയാണ് വെളിപാട് പുസ്തകത്തിൽ അഡ്രസ് ചെയ്യുന്ന റോമൻ സാമ്രാജ്യവും ചെയ്യുന്നത് എന്നവരെ പഠിപ്പിക്കുന്നു. മനസ്സിലായോ? എത്ര ശ്രദ്ധേയമായിട്ടാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ചക്രവർത്തി ആരാധനയിലേക്ക് വഴുതി പോകുന്ന ദൈവജനത്തോട് പറയുകയാണ്, നിങ്ങൾ അങ്ങനെ വഴുതിപ്പോയാൽ ദൈവവുമായുള്ള ഉടമ്പടി ബന്ധത്തിൽ നിങ്ങൾ അകന്നു പോവുകയാണ്. അതുകൊണ്ടാണ് 17-ാം അധ്യായം 3-4 വാക്യത്തിൽ ഒരു സിംഹത്തിന്റെ പുറത്ത് ഒരു സ്ത്രീ ഇങ്ങനെ ഇരിക്കുന്ന ചിത്രമൊക്കെ പറയുന്നത് ഈ ഏഷ്യ മൈനറിലെ സൈബല്ലെ എന്ന് പറയുന്ന ഒരു കൾട്ടാണ്. കൾട്ട് അതുപോലെ ആരാധന കേന്ദ്രമാണ് അവരുടെ ഇടയിൽ. ഇവരുടെ ഇരിപ്പൊക്കെ കണ്ടാൽ വല്ലാതെ എന്ത് ചെയ്യുമെന്നറിയാമോ? ആൾക്കാർ ആകർഷിക്കപ്പെടും. സോ റോം യൂസ് ദിസ് സെഡക്റ്റീവ് പവർ ടു അട്രാക്ട് മെനി. അനേകരെ ആകർഷിക്കുന്ന ആകർഷണ തന്ത്രമാണ് അവർ ഒരുക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ അവരുടെ ചക്രവർത്തി ആരാധന നടക്കുന്ന ക്ഷേത്രത്തിൽ, ദേവാലയത്തിൽ ഒരിക്കൽ പോയാൽ നമ്മൾ വീണ്ടും വീണ്ടും പോകും. അതുപോലെ നമ്മളെ ആകർഷിക്കുന്ന ആകർഷണ തന്ത്രങ്ങളാണ് അവർ ഒരുക്കുന്നത്. അവരുടെ കൾട്ടിന്റെ സ്റ്റാച്യു ഒക്കെ കണ്ടാൽ നമ്മൾ അറിയാതെ നോക്കി നിന്നു പോകും, കുറച്ചുകൂടെ ഒന്ന് കാണാത്തക്ക രീതിയിൽ. അതുപോലെ നമ്മളെ ആകർഷിക്കുന്ന ആകർഷണ തന്ത്രമാണ് ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സംവിധാനമാണ് എന്ത്? ബാബിലോൺ ആസ് എ വോർ എന്ന് പറഞ്ഞാൽ, റോമൻ സാമ്രാജ്യം ഒരു വോർ ആണെന്ന് പറഞ്ഞാൽ ദൈവജനത്തെ ദൈവിക ആരാധനയിലും ചക്രവർത്തി ആരാധനയിലേക്കും കപട ആരാധനയിലേക്കും ആൾ ദൈവങ്ങളിലേക്കും അദൈവങ്ങളിലേക്കും ഒക്കെ വലിച്ചു കൊണ്ടുപോകുന്ന ഘടനയാണ് എന്ന് വെളിപാട് പുസ്തകം പറയുകയാണ്. അതിന് ബദലായി എന്താ അവതരിപ്പിക്കുന്നത് അറിയാമോ? ന്യൂ ജെറുസലേം. ന്യൂ ജെറുസലേമിനെ എന്തായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അറിയാമോ? വെളിപാട് പുസ്തകം 21-ാം അധ്യായം 2-ാം വാക്യത്തിൽ ന്യൂ ജെറുസലേം ആസ് എ ബ്രൈഡ് ആണ്. ബ്രൈഡായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബ്രൈഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? മണവാട്ടി. വേശ്യ ചെയ്യുന്ന പ്രവർത്തനത്തിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ചെയ്യുന്ന ഒരാളാണ് ആര്? മണവാട്ടി. അപ്പോൾ ഇത് തമ്മിൽ എങ്ങനെ കമ്പയർ ചെയ്ത് നമ്മൾ പഠിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് മണവാട്ടി വിശുദ്ധ വസ്ത്രം ധരിച്ചിരിക്കുന്നു എന്നാണ് വെളിപാട് പുസ്തകം 21-ാം അധ്യായത്തിൽ പറയുന്നത്. മണവാട്ടിയുടെ പ്രവർത്തനങ്ങൾ നീതി പ്രവർത്തികളാണ്, ആക്ഷൻസ് ഓഫ് ജസ്റ്റിസ് ആണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്യൂരിറ്റി ആൻഡ് പ്രാക്ടീസ് ഓഫ് ദ ബ്രൈഡ് ഈസ് ക്ലിയർലി ഡെപ്പിക്റ്റഡ് ഇൻ റെവലേഷൻ ചാപ്റ്റർ 21. അവിടെ എന്താ അവിടുത്തെ പ്രത്യേകത എന്നറിയാമോ? അവിടെ ദൈവവുമായുള്ള ഉടമ്പടി ബന്ധം നിലനിൽക്കുന്ന ഇടം. ബാബിലോൺ അഥവാ റോമൻ സാമ്രാജ്യം ദൈവവുമായുള്ള ഉടമ്പടി ബന്ധം തകർത്ത് കളയുന്ന ഘടനയാണെങ്കിൽ, പുതിയ യെരൂശലേം എന്താണെന്ന് അറിയാമോ? ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ നിറവുള്ള ഇടമാണ്, ദൈവവുമായുള്ള ഉടമ്പടി ബന്ധം നിലനിൽക്കുന്ന ഇടമാണ്. അതുകൊണ്ട് നമുക്ക് ഈ വെളിപാട് പുസ്തകം ഒരു ആഹ്വാനം നൽകുകയാണ്. എന്താ ആഹ്വാനം നൽകുന്ന അറിയാമോ? കം ഔട്ട് ഓഫ് ബാബിലോൺ ആൻഡ് എൻ്റർ ഇൻടു ന്യൂ ജെറുസലേം. നിങ്ങൾ ബാബിലോണിനെ വിട്ട് പുറപ്പെട്ടു പോരുവേൻ, പുതിയ യെരൂശലേമിലേക്ക് പ്രവേശിപ്പീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ആത്മീയ അർത്ഥം എന്താണ്? വാട്ട് ഈസ് ദ സ്പിരിച്വൽ മീനിങ്?
ദൈവവുമായുള്ള ഉടമ്പടി ബന്ധത്തിൽ നിന്ന് നിങ്ങളെ തകർത്തു കളയുന്ന എല്ലാ ഘടനകളിൽ നിന്നും നിങ്ങൾ അകന്ന് ദൈവവുമായുള്ള ഉടമ്പടി ബന്ധത്തിൽ ജീവിക്കുവാൻ നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ദൈവവുമായി ചേർന്നുള്ള ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് ജീവിക്കുവാൻ ഏഷ്യ മൈനറിലെ ക്രിസ്തു വിശ്വാസികളെ ഈ രണ്ട് പ്രതീകങ്ങൾ, രണ്ട് പട്ടണങ്ങളുടെ പ്രതീകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വെളിപാട് പുസ്തകം നമ്മളെ വെല്ലുവിളിക്കും. ഇതാണ് ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകതയും സവിശേഷതയും നിസ്തുലതയും. മറ്റു പുസ്തകങ്ങളൊക്കെ നേരിട്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ ഇവിടെ പ്രതീകങ്ങളിലൂടെയാണ് സംസാരിക്കുന്നത്. ആ പ്രതീകങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തുള്ള ആശയങ്ങളാണ് നമ്മളോട് സംവേദനം ചെയ്യുന്നത്. ആ ആശയത്തിന്റെ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അത് ഈ കാലഘട്ടത്തിൽ ഈ ദൈവവചനത്തെ കൃത്യമായി വ്യാഖ്യാനിക്കുവാനുള്ള പ്രേരണയും ഉൾക്കാഴ്ചയുമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം കം ഔട്ട് ഓഫ് ബാബിലോൺ ആൻഡ് എൻ്റർ ഇൻ ടു ന്യൂ ജെറുസലേം എന്ന് പറയുന്ന ഒരു വിഷയമാണെങ്കിൽ, എന്തുകൊണ്ടാണ് ബാബിലോണിനെ വിട്ട് പുറപ്പെട്ടു പോരണമെന്ന് പറയുന്നത്? ബാബിലോൺ ഒരു വോർ ആയതുകൊണ്ട്. അവൾ ജീവനുള്ള ദൈവത്തിൽ നിന്ന് അന്യ ദൈവങ്ങളിലേക്ക് ദൈവജനത്തെ കൂട്ടിക്കൊണ്ടു പോകുന്ന പാപത്തിന്റെയും തിന്മയുടെയും ഘടനയാണ്. അവളെ വിട്ട് പുറപ്പെട്ടു പോരുവിൻ. എവിടേക്ക് പ്രവേശിപ്പീൻ? പുതിയ യെരൂശലേമിലേക്ക് പ്രവേശിപ്പീൻ. അത് ദൈവവുമായുള്ള ഉടമ്പടി ബന്ധം, അതിന്റെ ഊർജ്ജസ്വലതയും അതിന്റെ ഊഷ്മളതയും അതിന്റെ സുദൃഢതയിൽ നിലനിൽക്കുന്ന ഒരിടമാണ് എന്ന് വെളിപാട് പുസ്തകം നമ്മളെ പഠിപ്പിക്കാം. സോ ബാബിലോൺ ആസ് എ വോർ ആൻഡ് ന്യൂ ജെറുസലേം ആസ് എ ബ്രൈഡ്. ഈ ആശയം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്നാണ് എന്റെ വിശ്വാസം. രണ്ടാമതായി, എന്തുകൊണ്ടാണ് കം ഔട്ട് ഓഫ് ബാബിലോൺ ആൻഡ് എൻ്റർ ഇൻ ടു ന്യൂ ജെറുസലേം എന്ന് പറയും? ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ബാബിലോൺ as an economic exploiter and New Jerusalem as a place of justice and peace. ഇതാണ് ഈ രണ്ട് പട്ടണത്തിന്റെ പ്രത്യേകത. ബാബിലോൺ ആസ് ആൻ എക്കണോമിക് എക്സ്പ്ലോയിറ്റർ, സാമ്പത്തിക ചൂഷണം നിലനിൽക്കുന്ന ഇടമാണ് എവിടം? ബാബിലോൺ. പുതിയ യെരൂശലേം എന്താണെന്ന് അറിയാമോ? നീതിയും സമാധാനവും നിലനിൽക്കുന്ന ഇടമാണ്. നമ്മൾ പഴയ നിയമത്തിലെ ബാബിലോണിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളിൽ പലരും സൺഡേ സ്കൂൾ അധ്യാപകരാണ്, സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുള്ളവരാണ്, നമ്മളെല്ലാവരും ദൈവവചനം പഠിക്കുന്നവരാണ്. ഈ ബാബിലോണിയ സാമ്രാജ്യത്തിന്റെ ഒരു പരിപാടി എന്തായിരുന്നെന്ന് അറിയാമോ? അയൽ രാജ്യങ്ങളെല്ലാം എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ആക്രമിച്ച് കീഴ്പ്പെടുത്തുക. അല്ലെ, നമ്മൾ കണ്ടല്ലോ, ജെറുസലേം ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അവരെന്താ ചെയ്തെന്ന് അറിയാമോ? യെരൂശലേം ദേവാലയത്തിൽ ഉണ്ടായിരുന്ന വിശേഷപ്പെട്ട വിശുദ്ധ വസ്തുക്കൾ കൊള്ള ചെയ്തുകൊണ്ട് പോയി. എവിടേക്ക് പോയി? ബാബിലോണിയ സാമ്രാജ്യത്തിലേക്ക്. അവരുടെ പട്ടണത്തിൽ ശേഷിച്ചിരുന്ന വിഭവങ്ങളെല്ലാം അവരെന്ത് ചെയ്തു എന്നറിയാമോ? സമാഹരിച്ചുകൊണ്ട് ബാബിലോണിയ സാമ്രാജ്യത്തിലേക്ക്. ആ പട്ടണത്തിൽ ജീവിച്ചിരുന്നവരിൽ കൊള്ളാവുന്നവരെ തെരഞ്ഞുപിടിച്ച്, നമ്മളുടെ മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ ഇന്റർവ്യൂ നടത്തുന്നതിനേക്കാൾ ശ്രദ്ധയോടുകൂടി ഇന്റർവ്യൂ നടത്തിയാണ്. കാരണം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരാരെയാ പിടിച്ചുകൊണ്ടുപോയെന്നറിയാമോ? അവർ പിടിച്ചുകൊണ്ടുപോയത്, പ്രവാസികളായി പിടിച്ചുകൊണ്ടുപോയത് ആരെയാണെന്നറിയാമോ? ആ കൂട്ടത്തിൽ ആരോഗ്യമുള്ളവരെയാണ്. പിന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു നല്ല അറിവും വിജ്ഞാനവും ഉള്ളവരെയാണ് പിടിച്ചുകൊണ്ടുപോയത്. മൂന്നാമതായി അവർ പിടിച്ചുകൊണ്ടുപോയ കാറ്റഗറി നല്ല സൗന്ദര്യമുള്ളവരെയാണ്. നാലാമതായി അവർ കണ്ടെത്തിയത് ആരെയാണെന്ന് അറിയാമോ? നല്ല ശുശ്രൂഷ മനോഭാവമുള്ളവരെയാണ്. അപ്പോൾ ഇവർ പ്രവാസികളായി പിടിച്ചുകൊണ്ടുപോയത് ആരാണെന്ന് ചോദിച്ചാൽ ദ ക്രീം ഓഫ് ദ കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും കൊള്ളാവുന്നവർ, ഏറ്റവും ആരോഗ്യമുള്ളവർ, ഏറ്റവും സർഗശേഷിയുള്ളവർ, ഏറ്റവും ക്രിയാത്മകതയുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് പിടിച്ചുകൊണ്ടുപോയത്. ഇതെന്തിനാ കൊണ്ടുപോയെന്നറിയാമോ? എന്തിനാ കൊണ്ടുപോയത്? ഇവരുടെ വിഭവങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, ഇവരുടെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട്, ഇവരുടെ താലന്തുകൾ ഉപയോഗിച്ചുകൊണ്ട്, ഇവരുടെ ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് ബാബിലോണിയ സാമ്രാജ്യത്തിന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുവാനും ആ സാമ്രാജ്യത്തെ വലിയ സാമ്രാജ്യമാക്കി തീർക്കുവാനുമാണ് ഇവർ അത് ചെയ്തത് എന്ന് പഴയ നിയമത്തിൽ പഠിച്ചിട്ടുണ്ട്. വെളിപാട് പുസ്തകം എഴുതിയ കാലഘട്ടത്തിലെ റോമൻ സാമ്രാജ്യവും ഇത് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം വിശദമായി പഠിച്ചല്ലോ. റോമൻ സാമ്രാജ്യത്തിന്റെ സാമ്പത്തിക രീതികളെ കുറിച്ച് വിശദമായി പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാൻ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, അവർ നിരവധി ടാക്സ് ഏർപ്പെടുത്തി. സാധാരണക്കാർക്ക് പോലും കൊടുത്തു തീർക്കാൻ പറ്റാത്ത പോലെ ടാക്സ് ഏർപ്പെടുത്തി സാധാരണക്കാരുടെ കയ്യിലുള്ള വിഭവങ്ങൾ എന്ത് ചെയ്തു? കൊള്ള ചെയ്തു. അങ്ങനെ അവർ സാമ്പത്തിക ചൂഷണം നടത്തി. അല്ല, ആർക്കെങ്കിലും ഈ ടാക്സ് കൊടുക്കാൻ പറ്റാതെ വന്നാൽ അവർ എന്താ ചെയ്തെന്ന കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്? ലാറ്റിഫണ്ടിയ പോലുള്ള നിയമങ്ങൾ ഏർപ്പെടുത്തി. ലാറ്റിഫണ്ടിയ എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് ദ ലാൻഡ് ഫ്രം റൂറൽ പെസൻസ് ടു ദി അർബൻ എലൈറ്റ് ബിസിനസ്മെൻ. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. സാധാരണക്കാരുടെ കൃഷി ഇടങ്ങൾ കണ്ടുകെട്ടി വൻകിട ജന്മിമാർക്ക്, റോമൻ സാമ്രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന വൻകിട ജന്മിമാർക്ക് കൈമാറുന്ന രീതിയാണ്. സാധാരണക്കാരായ നിരവധി ആൾക്കാർ, ഏഷ്യ മൈനറിൽ 1-ാം നൂറ്റാണ്ടിൽ പാർത്ത ആൾക്കാർക്ക് അവരുടെ സ്വന്തം കൃഷിഭൂമികൾ നഷ്ടപ്പെട്ടു. ജീവിക്കുവാനുള്ള ജീവന മാർഗങ്ങൾ, ഉപാധികളെല്ലാം നഷ്ടപ്പെട്ടു. അവരുടെ കൃഷിഭൂമികൾ നഷ്ടപ്പെട്ടു. പിന്നീട് ആ കൃഷിഭൂമി കണ്ടു കെട്ടിയവരുടെ അരികിൽ പോയി കേണപേക്ഷിച്ച് പാട്ടത്തിന് വേണമെങ്കിൽ ആ ഭൂമി എടുത്ത് നമുക്ക് കൃഷി ചെയ്യാം.
അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന വിഭവങ്ങളൊന്നും നമ്മുടെ സ്വന്തമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ വലിയ സാമ്പത്തിക അസമത്വം അവർ സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റൊന്ന്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് സാധാരണക്കാരായ മനുഷ്യരെ എന്തായി കണ്ടെന്നറിയാമോ? അടിമകളായി കണ്ട് സ്ലേവ് മാർക്കറ്റ് ഉപയോഗിച്ച് അവർ സാമ്രാജ്യം പണിതു. മനസ്സിലായോ? മനുഷ്യനെ മൃഗതുല്യമായി കഠിനമായി പകലന്തിയോളം വെയിലത്ത് നിർത്തി, പൊരിവെയിലത്ത് നിർത്തി പണിയെടുപ്പിച്ച് അവരുടെ സാമ്രാജ്യം വർദ്ധിപ്പിച്ചു. അതിലൂടെ അടിമ വ്യാപാരം ശക്തിപ്പെട്ട ഒരു കാലഘട്ടമാണ്. ഇതിലൂടെ നടത്തുന്ന ഒരു സാമ്പത്തിക ചൂഷണം എത്ര വലുതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലുപരിയായി അവർ ചെയ്ത മറ്റൊരു കാര്യം, ചെറിയ ചെറിയ റൂറൽ പ്ലേസസിനെ പോലും അർബൻ സിറ്റീസ് ആയിട്ട് കൺവേർട്ട് ചെയ്തതിലൂടെ, മനസ്സിലായോ, സാധാരണക്കാർക്ക് അവരുടെ ജീവന ഇടങ്ങൾ നഷ്ടപ്പെട്ടു, ജീവന മാർഗങ്ങൾ നഷ്ടപ്പെട്ടു, ജീവിത സൗകര്യങ്ങൾ നഷ്ടപ്പെട്ടു, അതിജീവനത്തിന് വേണ്ടി മറ്റ് പല സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു, മൈഗ്രേറ്റ് ചെയ്യേണ്ടി വന്നു. ഈ പ്രശ്നങ്ങളെല്ലാം അവർ അഭിമുഖീകരിച്ചു. അതുകൊണ്ട് ബാബിലോണിനെ എങ്ങനെയാണോ പഴയ നിയമത്തിൽ ഒരു എക്കണോമിക് എക്സ്പ്ലോയിറ്ററായി ചിത്രീകരിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ എന്ത് ചെയ്തിരിക്കുകയാണെന്ന് അറിയാമോ? വെളിപാട് പുസ്തകത്തിൽ റോമൻ സാമ്രാജ്യത്തെ ഒരു എക്കണോമിക് എക്സ്പ്ലോയിറ്ററായി ചിത്രീകരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യോഹന്നാൻ പത്മോസ് ദ്വീപിൽ കിടന്നുകൊണ്ടൊരു കാഴ്ച കാണുകയാണ്, ദർശനം കാണുകയാണ്. എന്താ ദർശനത്തിൽ കാണുന്നത് അറിയാമോ? മഹദിയാം ബാബിലോൺ തകരുന്ന ഒരു കാഴ്ച ആര് കാണുകയാണെന്ന് അറിയാമോ? യോഹന്നാൻ ദർശനത്തിൽ കാണുക. നിങ്ങൾ ഓർത്തു നോക്കിയാൽ വളരെ പ്രൗഢിയോടുകൂടി ഉയർന്നു നിൽക്കുന്ന ഒരു സാമ്രാജ്യം, ശക്തിയുള്ള ഒരു സാമ്രാജ്യം, വലിയ സൈന്യബലമുള്ള ഒരു സാമ്രാജ്യം യോഹന്നാൻ ദർശനത്തിൽ കാണുന്നു. എന്താ കാണുന്നത് അറിയാമോ? നിമിഷങ്ങൾക്കുള്ളിൽ തകർന്നു വീഴുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. വെളിപാട് പുസ്തകം 18-ാം അധ്യായം നല്ല രസാവഹമായിട്ടാണ് അത് ചിത്രീകരിച്ചത്. 18-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഈ ബാബിലോൺ തകർന്നു വീഴുന്ന കാഴ്ച യോഹന്നാൻ ദർശനത്തിൽ കാണുമ്പോൾ 3 കൂട്ടരാണ് ആ തകർച്ചയിൽ കരയുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായോ? ഒരു വലിയ പട്ടണം തകർന്നു വീഴുമ്പോൾ അനേകർ കരയണമല്ലോ. പക്ഷെ ഇവിടെ കരയുന്നത് 3 കൂട്ടരാണ്. അതിലൊരു കൂട്ടരാരാണെന്ന് അറിയാമോ? 18-ാം അധ്യായത്തിൽ 10-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, വീപ്പിംഗ് ഓഫ് ദ കിങ്സ് ഓഫ് ദി എർത്ത്. ഈ ഭൂമിയിലെ രാജാക്കന്മാരാണ് കരയുന്നത്. അതായത് ബാബിലോണിയ സാമ്രാജ്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഉടമ്പടി ചെയ്തുകൊണ്ട് അവരുടെയും സമ്പത്ത് വർദ്ധിപ്പിച്ച രാജാക്കന്മാരാണ് എന്ത് ചെയ്യുന്നതെന്ന് അറിയാമോ? കരയുന്നത് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ സാമ്പത്തിക ചൂഷണത്തിന് കൂട്ടുനിൽക്കുന്ന ഒരു ഘടനയുടെ ഭാഗമായി നിൽക്കുന്നവരാണ് അതിന് തകർച്ചയുണ്ടാകുമ്പോൾ വെളിപാട് പുസ്തകത്തിന്റെ രേഖപ്പെടുത്തൽ അനുസരിച്ച് കരയുന്നതായി രേഖപ്പെടുത്തി. ഇത് ശ്രദ്ധയോടുകൂടി വെളിപാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കത് വിശദീകരിക്കാൻ സമയമില്ല. രണ്ടാമത് കരയുന്ന ആരാണെന്ന് അറിയാമോ? വീപ്പിംഗ് ഓഫ് ദ മർച്ചന്റ്സ് ഓഫ് എർത്ത്. ഈ ഭൂമിയിലെ വ്യാപാരികളാണ് കരയുന്നത് എന്ന് രേഖപ്പെടുത്തി. ആരാണ് കരയുന്നത്? അതായത് വൻകിട കച്ചവടം നടത്തുന്നവരാണ് കരയുന്നത് എന്ന് രേഖപ്പെടുത്തി. ഞാൻ ആ ഒരു വാക്യം മാത്രം വായിച്ചു കേൾപ്പിക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ആശയം മനസ്സിലാകും. ഈ 18-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഈ കരയുന്ന വ്യാപാരികളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ കരയാനുള്ള കാരണം എന്താണെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് 11-ാം വാക്യം തൊട്ട് ഇങ്ങനെ വിശദമായി രേഖപ്പെടുത്തിയിരിക്കുക കേട്ടോ. ഭൂമിയിലെ വ്യാപാരികൾ പൊന്ന്, വെള്ളി, രത്നം, മുത്ത്, നേരിയ തുണി, ധൂമ്രവർഗം, പട്ട്, കടും ചുവപ്പ്, ചന്ദനത്തിരികൾ, ആനക്കൊമ്പുകൊണ്ടുള്ള സകലവിധ സാമാനങ്ങൾ, വിലയേറിയ മരവും പിച്ചളയും ഇരുമ്പും മർമർക്കല്ല് കൊണ്ടുള്ള ഓരോ സാമാനം, ഇതെല്ലാം വിൽക്കുന്ന ആൾക്കാരല്ല, സാധാരണ വ്യാപാരികളല്ല, വൻകിട കച്ചവടക്കാരെ കുറിച്ചാണ് പറയുന്നത്. ലവംഗം, ഏലം, ധൂപവർഗം എന്നീ വിൽക്കുന്നവരെല്ലാം കരയുകയാണ്. ഇതിന്റെ അവസാന വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? അവർ കരയുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? മനുഷ്യദേഹം, മനുഷ്യപ്രാണൻ എന്നീ ചരക്ക് ഇനി ആരും വാങ്ങുകയാൽ അവളെ ചൊല്ലി കരഞ്ഞു ദുഃഖിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കിയ, മനുഷ്യ ശരീരം പോലും ഒരു ചരക്കായി കണ്ട്, ഒരു കോമോഡിറ്റിയായി കണ്ട് ട്രാൻസാക്ട് ചെയ്യുന്നവരാണ് എന്ത് ചെയ്യുന്നത് അറിയാമോ? ഈ സാമ്രാജ്യത്തിന്റെ തകർച്ചയിൽ കരയുന്നത് എന്ന് വെളിപാട് പുസ്തകം രേഖപ്പെടുത്തി. 18-ാം അധ്യായം 17-ഉം 19-ഉം വാക്യത്തിൽ കരയുന്ന 3-ാമത്തെ കൂട്ടരാരാണെന്ന് അറിയാമോ? വീപ്പിംഗ് ഓഫ് ഓൾ ഷിപ്പ് മാസ്റ്റേഴ്സ് ആൻഡ് സീ ഫെയറേഴ്സ്. കടലിൽ കപ്പലോട്ടമുള്ളവരാണ് കരയുന്നത്. അക്കാലത്ത് നിങ്ങൾക്കറിയാമല്ലോ, ഈ സമ്പത്ത് അല്ലെങ്കിൽ വാണിജ്യ സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന കടലിൽ, കപ്പലിലൂടെയാണ്. അതുകൊണ്ട് ഈ സാമ്രാജ്യത്തിന്റെ തകർച്ചയിൽ കരയുന്ന 3 കൂട്ടരാണ്. ആരാണെന്നറിയാമോ? ഭൂമിയിലെ രാജാക്കന്മാർ. 2, ഭൂമിയിലെ വലിയ വ്യാപാരികൾ. അവർ കരയുന്നതിന്റെ കാരണം മനുഷ്യന്റെ ദേഹം, പ്രാണൻ. നമ്മൾ മുമ്പേ പറഞ്ഞ സ്ലേവ് മാർക്കറ്റിന്റെ കോണ്ടക്സ്റ്റിലാണ് ഇത് മനസ്സിലാക്കേണ്ടത്. ഇനി ആര് വാങ്ങും എന്നോർത്ത് അവർ കരയുകയാണ്. 3-ാമതായി കടലിൽ കപ്പലോട്ടമുള്ളവർ കരയുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവിഹിതമായി പണം ശേഖരിച്ചവർ, അവിഹിതമായി സമ്പത്തുണ്ടാക്കാൻ ശ്രമിക്കുന്നു, അവിഹിതമായി ശേഖരിച്ച് നമ്മൾ സ്വരുക്കൂട്ടി വലിയ സൗധങ്ങൾ പണിതാൽ
അതിന്റെ നാശം നിമിഷങ്ങൾക്കുള്ളിൽ സംഭവിക്കുമെന്നുള്ള വലിയ ആധ്യാത്മിക അർത്ഥമാണ് വെളിപാട് പുസ്തകം നമ്മൾ പകരുന്നത്. അതുകൊണ്ട് ബാബിലോൺ തകർന്നു വീഴും എന്നുള്ള അർത്ഥത്തിലൂടെ വെളിപാട് പുസ്തകത്തിൽ യോഹന്നാൻ കാണുന്ന ദർശനം എന്തിനെയാ സൂചിപ്പിക്കുന്ന അറിയാമോ? വെളിപാട് പുസ്തകം എഴുതിയ കാലഘട്ടത്തിൽ ഇതുപോലെ സമ്പന്നമായി തീർന്ന റോമൻ സാമ്രാജ്യത്തിന്റെ പതനം അനധിവിദൂര ഭാവിയിൽ ഉണ്ടാകുമെന്നുള്ള പ്രവചന തുല്യമായ സന്ദേശമാണ് വെളിപാട് പുസ്തകത്തിൽ യോഹന്നാൻ പറയുന്നത്. അതുകൊണ്ട് ബാബിലോൺ ആസ് എൻ എക്കണോമിക് എക്സ്പ്ലോയിറ്റർ എന്നുള്ള ആശയം റോമൻ സാമ്രാജ്യത്തെ സംബന്ധിച്ച് 100% ശരിയാണ്. ബാബിലോണിന്റെ തകർച്ചയെക്കുറിച്ച് യോഹന്നാൻ ദർശനത്തിൽ കാണുന്നുവെങ്കിൽ വെളിപാട് പുസ്തകത്തിൽ അത് അർത്ഥമാക്കുന്നത് ഇന്ന് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നു, അവരുടെ ശരീരത്തെ, മനുഷ്യന്റെ പ്രാണനെയും ദേഹത്തെയും ഒരു കച്ചവട ചരക്കാക്കി കണ്ട് ട്രാൻസാക്ട് ചെയ്യുന്ന റോമൻ സാമ്രാജ്യത്തിന് തകർച്ചയുണ്ടാകും, പതനമുണ്ടാകും എന്നുള്ളതാണ് എൻ്റെ പ്രിയമുള്ളവരെ അർത്ഥം. അതിന് ബദലായി എന്താ അവതരിപ്പിക്കുന്നത് അറിയാമോ? വീണ്ടും അവതരിപ്പിക്കുന്നത് പുതിയ യെരൂശലേം. എന്താണെന്നറിയാമോ? പുതിയ യെരൂശലേമിന്റെ ചില പ്രത്യേകതകൾ പറയാം. നമ്മൾ ഇപ്പോൾ പറഞ്ഞത് ബാബിലോൺ എന്ന് പറയുന്ന സാമ്രാജ്യത്തിന്റെ അല്ലെങ്കിൽ റോമൻ സാമ്രാജ്യത്തിന്റെ പ്രത്യേകതകളാണെങ്കിൽ അതിന് ബദലായി പുതിയ യെരൂശലേമിന്റെ പ്രത്യേകത എന്താണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ യെരൂശലേമിനെ കുറിച്ച് പറയുന്നിടത്ത് ചില കാര്യങ്ങൾ പുതിയ യെരൂശലേമിൽ ഇല്ല എന്നാണ് പറയുന്നത്. വളരെ പ്രതീകാത്മകമാണ്, ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുക. 21-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, നോ സീ ഇൻ ന്യൂ ജെറുസലേം. പുതിയ യെരൂശലേമിൽ എന്തില്ല എന്നാ പറയുന്നത്? എന്തില്ല എന്നാ പറയുന്നത്? കടലില്ല എന്നാണ് പറയുന്നത്. അയ്യോ, അത് കേൾക്കുമ്പോൾ നമുക്കൊരു ദുഃഖം തോന്നും. അയ്യോ, ഇവിടെ ജലത്തിന്റെ സ്രോതസ് ഇല്ല എന്നുള്ള അർത്ഥത്തിലാണോ? അല്ല. സീ ഇല്ല എന്ന് പറയുമ്പോൾ അതിന് രാഷ്ട്രീയപരമായ അർത്ഥമുണ്ട്, സാമ്പത്തികപരമായ അർത്ഥമുണ്ട്, യഹൂദന്മാരുടെ മിത്തോളജി അനുസരിച്ചുള്ള അർത്ഥമുണ്ട്. എന്താണ് രാഷ്ട്രീയപരമായ അർത്ഥം എന്നറിയാമോ? ഈ കടലിനെ കുറിച്ച് പറയുന്നത് എപ്പോഴും ഒരു കയോട്ടിക് സിറ്റുവേഷൻ ആണ് ഇവിടെ ഉള്ളതെന്നറിയാമോ? കടലിലുള്ളത്. കാരണം അനിശ്ചിതത്വമാണ്. അടുത്ത നിമിഷം കടലിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റും? ഒന്നും പറയാൻ പറ്റത്തില്ല, യാതൊരു നിശ്ചയമില്ല. റോമൻ സാമ്രാജ്യത്തിന്റെ ഭരണം അനിശ്ചിതത്വം നിറഞ്ഞതാണ് എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് പുതിയ യെരൂശലേമിൽ സീ ഇല്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം അവിടെ എല്ലാം നിശ്ചയമുള്ളതാണ് എന്ന്. റോമൻ സാമ്രാജ്യത്തിൽ അനിശ്ചിതത്വം ഉണ്ടെങ്കിൽ പുതിയ യെരൂശലേമിൽ അനിശ്ചിതത്വം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ എല്ലാവിധ സാമ്പത്തിക ഇടപാടുകളും, അവിഹിതമായ സാമ്പത്തിക ഇടപാടുകളും, യുദ്ധക്കോപ്പുകൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. ഒരു സ്ഥലത്തെ രാഷ്ട്രത്തെ കീഴ്പ്പെടുത്തി അവിടുന്ന് വിഭവങ്ങൾ നദിയിലൂടെയാണ് ഇവിടെ കൊണ്ടുപോകുന്നതെന്ന് അറിയാമോ? ഇവിടെ കൊണ്ടുപോകുന്നത് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് നദിയില്ല എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ, അനിശ്ചിതത്വം നിറഞ്ഞ, അവിഹിതം നിറഞ്ഞ സാമ്പത്തിക ഇടപാടുകൾ പുതിയ യെരൂശലേമിൽ ഉണ്ടാകുകയില്ല. അവിടെ എല്ലാം വളരെ ട്രാൻസ്പെറന്റ് ആയിരിക്കും, വളരെ നീതിപൂർവമായിട്ടുള്ള ഡീലിങ്സ് ആയിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ മിത്തോളജിക്കൽ സിഗ്നിഫിക്കൻസിൽ സമുദ്രത്തെക്കുറിച്ച് പറയുന്നത് സമുദ്രം എല്ലാ തിന്മശക്തികളുടെയും ഇരിപ്പിടം എന്നാണ്. സീ ഈസ് ദ സീറ്റ് ഓഫ് ഓൾ ഈവിൾ ഫോഴ്സസ് എന്നാണ്. അതുകൊണ്ട് സീ ഇല്ല എന്നുള്ളതിന്റെ അർത്ഥം, മറ്റൊരു മിത്തോളജിക്കൽ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഒരു ഈവിൾ ഫോഴ്സസ് പ്രബലപ്പെടുകയില്ല, പാപത്തിന്റെയും തിന്മയുടെയും ഘടനകൾ പ്രബലപ്പെടുകയില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് പുതിയ യെരൂശലേമിൽ നദിയില്ല എന്ന് പറഞ്ഞാൽ, സമുദ്രം കാണുകയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കേവലം അക്ഷരങ്ങൾ ഉപയോഗിച്ച് മാത്രമാണ് അത് മനസ്സിലാക്കുന്നതെങ്കിൽ നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാകത്തില്ല. എന്നാൽ അനിശ്ചിതത്വമില്ലാത്ത, സാമ്പത്തിക അസമത്വമില്ലാത്ത, തിന്മശക്തികൾ ഒട്ടും പ്രബലപ്പെടാത്ത ഒരിടമാണ് പുതിയ യെരൂശലേം എന്നുള്ള അർത്ഥമാണ് നോ സീ എന്നുള്ളതിലൂടെ. 21-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്ന രണ്ടാമത്തെ കാര്യം, ദർ ഇസ് നോ ടെമ്പിൾ. അവിടെ എന്തില്ലെന്നറിയാമോ? ടെമ്പിൾ ഇല്ല, ക്ഷേത്രങ്ങളില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ദൈവവും കുഞ്ഞാടും അവരുടെ ടെമ്പിൾ ആയിരിക്കും എന്നാണ്. മനസ്സിലായോ? ചക്രവർത്തി ആരാധന ഏഷ്യ മൈനറിലൊക്കെ സജീവമായ പ്രാദേശിക ദൈവിക ആരാധന സജീവമായ ഒരു പശ്ചാത്തലത്തിലാണ് പുതിയ യെരൂശലേമിനെ കുറിച്ച് പറയുന്നു. അവിടെ അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ കാണത്തില്ല. ചക്രവർത്തി ആരാധനയ്ക്കോ പ്രാദേശിക ദൈവങ്ങളെ ആരാധിക്കുന്ന ക്ഷേത്രമോ കാണത്തില്ല. മറിച്ച് ഈ ക്ഷേത്രത്തെ ആര് റീപ്ലേസ് ചെയ്യുമെന്നറിയാമോ? ദൈവവും കുഞ്ഞാടുമാണ് അവരുടെ ആലയം എന്ന് പറഞ്ഞ് അവരെ പഠിപ്പിക്കുകയാണ്. വളരെ ശ്രദ്ധേയമായ ഒരു ചിന്ത അവർക്ക് പങ്കുവയ്ക്കാം. മൂന്നാമതായി പറയുന്ന മറ്റൊരാശയം, പുതിയ യെരൂശലേമിൽ ഗേറ്റ് വിൽ നെവർ ഷട്ട്. മനസ്സിലായോ? അവിടുത്തെ ഗേറ്റ് അടയ്ക്കത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, റോമൻ സാമ്രാജ്യത്തിലെല്ലാം ശക്തമായ ശ്രേണീകരണമാണ്. ഉന്നതർ, മനസ്സിലായി, ഹയർ ക്ലാസ്, ലോവർ ക്ലാസ്, മിഡിൽ ക്ലാസ്, എല്ലാം ഇങ്ങനെ സെക്ടേറിയൻ കമ്മ്യൂണിറ്റിയാണ്. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അത് ഗേറ്റ് ഉപയോഗിച്ച് നിയന്ത്രിച്ചാണ് കടത്തിവിടുന്നത്. ഒരു ചക്രവർത്തിയുടെ കൊട്ടാരത്തിന് 7 അയലത്ത് പോലും ഒരു സാധാരണക്കാരന് പോകാൻ പറ്റത്തില്ല. എന്നാൽ പുതിയ യെരൂശലേമിൽ അങ്ങനെയുള്ള വേർതിരിവുകളൊന്നുമില്ല, എല്ലാവരും ഒരുമിച്ച് പാർക്കുകയാണ്. അതുകൊണ്ടാണ് പുതിയ യെരൂശലേമിനെ കുറിച്ച് പറയുന്നത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. മനസ്സിലായോ? അതുകൊണ്ട് ദൈവത്തിൽ നിന്നും മറ്റുള്ളവരെ അകറ്റി നിർത്തുന്ന, നമ്മളെ അകറ്റി നിർത്തുന്ന ഒരു ഗേറ്റോ ഒരു വേർതിരിവോ ഇല്ലാത്ത ഒരിടമാണ്
ഈ പുതിയ യെരൂശലേം എന്ന് പറയുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അത്തരത്തിൽ വേർതിരിവുകൾ ഇല്ലാത്ത ഒരിടമായിട്ടാണ് പുതിയ യെരൂശലേമിനെ വെളിപാട് പുസ്തകത്തിൽ ചിത്രീകരിച്ചത്. മറ്റൊരു കാര്യം പറയുന്നത് എന്താണെന്ന് അറിയാം. ഒരു ലിസ്റ്റ് അവതരിപ്പിച്ചിട്ടുണ്ട് 22-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ. ആരൊക്കെ പുതിയ യെരൂശലേമിൽ പ്രവേശിക്കും, ആരൊക്കെ പുതിയ യെരൂശലേമിൽ പ്രവേശിക്കത്തില്ല എന്നുള്ള ഒരു ലോങ് ലിസ്റ്റ്. നിങ്ങൾ ആ വാക്യം ഒന്ന് നോട്ട് ചെയ്താൽ മതി. എന്റെ ക്ലാസ് കഴിയുമ്പോൾ ഞാൻ ഈ സ്ലൈഡും തരാം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് റെഫർ ചെയ്യാൻ സാധിക്കും. ആർക്കൊക്കെ പ്രവേശിക്കും, ആരൊക്കെ പ്രവേശിക്കത്തില്ല എന്നുള്ള ഒരു ലിസ്റ്റ് തരിക. അങ്ങനെ ഈ രണ്ട് പട്ടണങ്ങളെ പ്രതീകമായി അവതരിപ്പിച്ചുകൊണ്ട് വെളിപാട് പുസ്തകം രണ്ടാമതായി നമ്മളോട് പറയുകയാണ്. എന്താ പറയുന്നത് അറിയാമോ? കം ഔട്ട് ഓഫ് ബാബിലോൺ ആൻഡ് എൻ്റർ ഇൻടു ന്യൂ ജെറുസലേം. പറഞ്ഞാൽ ബാബിലോൺ ഒരു എക്കണോമിക് എക്സ്പ്ലോയിറ്റർ ആണ്. അങ്ങനെ സാമ്പത്തിക അസമത്വം നിലനിൽക്കുന്ന ഒരു ഘടനയിൽ നിന്നും ദൈവമക്കൾ പുറത്തു വരികയും നീതിയും സമാധാനവും നിലനിൽക്കുന്നു, തുല്യത നിലനിൽക്കുന്നു, പരസ്പരം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന, പരസ്പരം ആദരിക്കുന്ന, വേർതിരിവുകളില്ലാത്ത ഒരു പുതിയ യെരൂശലേമിന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യണം എന്നുള്ള വലിയ ആഹ്വാനം തീർച്ചയായിട്ടും വലിയ വേദപുസ്തക സന്ദേശമാണ് പറയുന്നത്. വേദപുസ്തകത്തിലെ മറ്റ് പുസ്തകങ്ങളിലൊക്കെ പറഞ്ഞു വെച്ച ആശയങ്ങളെല്ലാം കൺക്ലൂഡ് ചെയ്യത്തക്ക രീതിയിലുള്ള റിമാർക്സ് ആണ് വെളിപാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് കം ഔട്ട് ഓഫ് ബാബിലോൺ ആൻഡ് എൻ്റർ ഇൻടു ന്യൂ ജെറുസലേം എന്ന് പറയുന്നതിന്റെ രണ്ടാമത്തെ അർത്ഥം ബാബിലോൺ ആസ് എൻ എക്കണോമിക് എക്സ്പ്ലോയിറ്റർ ആൻഡ് ന്യൂ ജെറുസലേം ആസ് എ പ്ലേസ് ഓഫ് ജസ്റ്റിസ് ആൻഡ് പീസ്. നിങ്ങൾ സാമ്പത്തിക അസമത്വം നിലനിൽക്കുന്ന ഇടങ്ങളിൽ നിന്ന് നീതിയും സമാധാനവും നിലനിൽക്കുന്ന ഇടങ്ങളിലേക്ക് പ്രവേശിക്കണം എന്നുള്ള വലിയ ആഹ്വാനം ഏത് കാലഘട്ടത്തിലുമുള്ള സമൂഹത്തിന് വെളിപാട് പുസ്തകം, പ്രത്യേകിച്ച് വേദപുസ്തകം നൽകുന്ന വളരെ അർത്ഥസമ്പുഷ്ടമായ ഒരു ആശയമാണ്. മൂന്നാമതായി ഒരു കാര്യം കൂടെ പറഞ്ഞ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. എന്തുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ കം ഔട്ട് ഓഫ് ബാബിലോൺ, ബാബിലോണിനെ വിട്ട് പുറപ്പെട്ടു പോരണം, പുത്തൻ യെരൂശലേമിലേക്ക് പ്രവേശിക്കണം എന്ന് പറയുന്നത്? അതിന്റെ മൂന്നാമത്തെ കാരണം എന്താ? മൂന്നാമത്തെ കാരണമാണ് ഈ സ്ലൈഡിൽ ഞാൻ രേഖപ്പെടുത്തുന്നത്. ബാബിലോൺ ആസ് എ മർഡർ, ന്യൂ ജെറുസലേം ആസ് എ പ്ലേസ് ഓഫ് ലൈഫ് ഇൻ ഇറ്റ്സ് അബണ്ടൻസ്. 17-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ആൻഡ് ഐ സോ എ വുമൺ was drunk and with blood of the saints and the blood of the witness of Jesus. യേശുവിന്റെ സാക്ഷികളായ അനേകരുടെ രക്തം വലിച്ചു കുടിച്ച് മത്തയായിരിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ കാണുന്നു എന്നാണ് യോഹന്നാൻ ദർശനത്തിൽ പറയുന്നത്. ഇത് റോമൻ സാമ്രാജ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാം, യേശുവിന്റെ സാക്ഷികളുടെ രക്തം കുടിക്കുന്ന ഭരണകൂടമായിരുന്നു റോമൻ സാമ്രാജ്യം. സോ ബാബിലോൺ, പഴയ നിയമത്തിലെ ബാബിലോണിന്റെ അതേ സ്വഭാവമാണ്. അന്യരാജ്യങ്ങളെ ആക്രമിച്ച് സാധാരണക്കാരായ ആൾക്കാരെ നിഷ്കരണം കൊന്നൊടുക്കി അവരെ പ്രവാസികളായി കൊണ്ടുപോകുന്ന രീതി, അവരുടെ വിഭവങ്ങൾ കൊള്ള ചെയ്തു കൊണ്ടുപോകുന്ന രീതി ബാബിലോണിൽ ഉണ്ടായിരുന്നെങ്കിൽ സമാന സ്വഭാവമുള്ള ഒരു ഭരണകൂടമാണ് റോമൻ ഭരണം. സോ ബാബിലോൺ ആസ് എ മർഡറർ ഈസ് ഈക്വൽ ടു റോമൻ സാമ്രാജ്യം ആസ് എ മർഡറർ എന്ന് നമ്മൾ ചേർത്ത് വെച്ചു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിന്ന് പുതിയ യെരൂശലേം അത് ജീവൻ സംരക്ഷിക്കുന്ന ഇടമാണ്. ഒന്ന് ജീവനെ നിഷേധിക്കുന്ന ഘടനയാണെങ്കിൽ മറ്റതെന്താണെന്നറിയാമോ? ജീവൻ അതിന്റെ പൂർണ്ണതയിൽ സംരക്ഷിക്കുന്ന ഇടമാണ്. ബാബിലോൺ ആസ് എ പ്ലേസ് ഫോർ ദ നിഗേഷൻ ഓഫ് ലൈഫ് ആൻഡ് ന്യൂ ജെറുസലേം ആസ് എ പ്ലേസ് ഫോർ ദി അഫർമേഷൻ ഓഫ് ലൈഫ് ആൻഡ് സെലിബ്രേഷൻ ഓഫ് ലൈഫ് ഇൻ ഇറ്റ്സ് അബണ്ടൻസ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ബാബിലോണിനെ വിട്ട് പുറപ്പെട്ടു പോരണം, പുതിയ യെരൂശലേമിലേക്ക് പ്രവേശിക്കും. വെളിപാട് പുസ്തകം 13-ാം അധ്യായം 18-ാം വാക്യത്തിൽ 666 എന്ന് പറയുന്ന ഒരു സംഖ്യയുണ്ട്. നമ്മളെല്ലാം കേട്ടിട്ടുള്ള ഒരു സംഖ്യയാണ് 666. വാട്ട് ഈസ് ദ റിയൽ സിഗ്നിഫിക്കൻസ് ഓഫ് ദ നമ്പർ 666 ഇൻ റെവലേഷൻ? അതിന്റെ ഒത്തിരി വ്യാഖ്യാനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ കേൾക്കുന്ന വ്യാഖ്യാനങ്ങൾക്കൊന്നും തന്നെ വെളിപാട് പുസ്തകവുമായിട്ട് ബന്ധമുണ്ടാകണമെന്നില്ല. വെളിപാട് പുസ്തകത്തിൽ 666 ഈ 13-ാം അധ്യായം 18-ാം വാക്യത്തിൽ തന്നെ ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താ പറയുന്നത് അറിയാമോ? അതൊരു മനുഷ്യന്റെ സംഖ്യയാണ് എന്ന് കൃത്യമായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു മനുഷ്യന്റെ സംഖ്യയാണ്, ആ സംഖ്യ ഗണിക്കുവാൻ കഴിവുള്ളവൻ ഗണിക്കട്ടെ എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഇതൊരു മനുഷ്യനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആരാണ് ആ മനുഷ്യൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ക്രിസ്തു വിശ്വാസികളെ ഏറ്റവും ക്രൂരമായി പീഡിപ്പിച്ച റോമൻ ചക്രവർത്തിയാണ് നീറോ എന്ന് പറയുന്ന ചക്രവർത്തി. വെളിപാട് പുസ്തകമൊക്കെ എഴുതുന്നതിന് മുമ്പ്, വെളിപാട് പുസ്തകം എഴുതിയ കാലഘട്ടത്തിലെ ചക്രവർത്തി ഡൊമീഷ്യൻ എന്ന് പറയുന്ന ചക്രവർത്തിയാണ് എന്നാണ് നമ്മൾ പഠിച്ചത്. എന്നാൽ അതിനു മുമ്പുണ്ടായിരുന്ന ചക്രവർത്തിമാരിൽ ഒരാളായിരുന്നു നീറോ. നീറോ എന്ന് പറയുന്ന ചക്രവർത്തി ക്രിസ്തു വിശ്വാസികളെ ക്രൂരമായി പീഡിപ്പിച്ചു എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടു. അദ്ദേഹം റോമിൽ ഒരു അഗ്നിബാധ ഉണ്ടായി എന്നുള്ളതിന്റെ പേരിൽ, അഗ്നിബാധയുടെ കാരണം ക്രിസ്ത്യൻ പ്രസൻസ് ആണെന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചു. റോമിലേക്ക് പോകുന്ന വഴിയുടെ ഇരുവശങ്ങളിലുമുള്ള മരങ്ങളിൽ ക്രിസ്ത്യാനികളെ വലിച്ചു കെട്ടി അവരുടെ ശരീരം കത്തിച്ച് സ്ട്രീറ്റ് ലൈറ്റായി ഉപയോഗിച്ചു,
കൂർത്തുമൂർത്ത ആയുധങ്ങളുടെ മുകളിൽ ക്രിസ്ത്യാനികളെ ഫ്ലാറ്റായിട്ട് കിടത്തി അനേക രക്തസാക്ഷികളായി തീർന്നു. മൃഗങ്ങളുടെ തോലിൽ ക്രിസ്ത്യാനികളെ ചുറ്റി വെയിലത്തെറിയും അനേക ക്രിസ്ത്യാനികൾ ശ്വാസം കിട്ടാതെ രക്തസാക്ഷികളായി തീർന്നു. അതിലുപരിയായി ദിവസങ്ങളോളം പട്ടിണി കിട്ട വന്യമൃഗങ്ങളുടെ മുമ്പിൽ ക്രിസ്ത്യാനികളെ വലിച്ചെറിയും. ഈ വന്യമൃഗങ്ങൾ ക്രിസ്ത്യാനികളുടെ ശരീരത്തിൽ ചാടിക്കയറി അവരുടെ ശരീരം ആഹരിച്ച് അവരുടെ ശരീരത്തെ ഛിന്ന ഭിന്നമാക്കി അനേക രക്തസാക്ഷികളായി. ക്രിസ്തു വിശ്വാസികളെ ക്രൂരമായി പീഡിപ്പിച്ച നീറോ എന്ന് പറയുന്ന ചക്രവർത്തിയെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് റോമൻ സാമ്രാജ്യത്തിന്റെ പ്രതിനിധിയായ ഭരണകൂടത്തിന്റെ പ്രതിനിധിയായ ഈ നീറോ ചക്രവർത്തിയെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് 666. നമ്മളിവിടെ പറയുന്നു ബാബിലോൺ ആസ് എ മാർഡറർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ റോമൻ സാമ്രാജ്യം ആസ് എ മാർഡറർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നീറോ എന്ന് പറയുന്ന ചക്രവർത്തി മാർഡറർ ആയിരുന്നു എന്നും. എന്നാൽ ആ നമ്പർ എങ്ങനെ വന്നു എന്നുള്ളതാണ് ഞാൻ ഈ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. നീറോ സീസർ, നീറോ എന്ന് പറയുന്ന ആളുടെ പേര് ഫുൾ നെയിം നീറോ സീസർ എന്നാണ്, നീറോ കൈസർ എന്നാണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം. അതൊരു ഗ്രീക്ക് നെയിമാണ്, ഗ്രീക്ക് നെയിം. ആ ഗ്രീക്ക് പേരിനെ നമ്മൾ എബ്രായ ഭാഷയിലേക്ക്, ഹീബ്രു ഭാഷയിലേക്ക് മാറ്റി എഴുതുന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾക്കറിയാം എബ്രായ ഭാഷയിലാണ് പഴയ നിയമം എഴുതിയത്, ഹീബ്രു ലാംഗ്വേജിലാണ് ഓൾഡ് ടെസ്റ്റമെന്റ് എഴുതിയിരിക്കുന്നത്. പുതിയ നിയമം എഴുതിയിരിക്കുന്ന ഭാഷ ഗ്രീക്ക് ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് ഹീബ്രു ഭാഷയിലേക്ക് ഈ പഴയ ഈ നീറോ കൈസർ എന്ന് പറയുന്ന പേരിനെ മാറ്റി എഴുതുക. മനസ്സിലായോ? എഴുതിയിട്ട് ഓരോ അക്ഷരത്തിന് എബ്രായ ഭാഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത എന്നറിയാമോ? എബ്രായ ഭാഷയിൽ ഓരോ അക്ഷരത്തിനും ഒരു സ്ഥാനവിലയുണ്ട്. ആ സ്ഥാനവില കൂട്ടി നോക്കിയാൽ നമുക്ക് 666 കിട്ടും. എബ്രായ അക്ഷരമാല നിങ്ങൾ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് പഠിക്കാൻ സാധിക്കും. നിങ്ങൾ 119 സങ്കീർത്തനം, സാംസ് 119 ഒന്ന് വായിക്കണം. അതിന്റെ ഓരോ പോർഷനും തിരിച്ചിരിക്കുന്നതിന്റെ മേളിൽ ഒരു എബ്രായ ആൽഫബറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഹീബ്രു അക്ഷരമാലയാണ്. ആലഫ്, ബേത്ത്, ഗീമൽ, ദാലത്ത്, ഹേ, വോ. അതുകൊണ്ട് നമ്മുടെ ഇടവ മിഷനിൽ ആരെങ്കിലും എബ്രായ ഭാഷ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം ഒരു വഴിയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ 119 സങ്കീർത്തനം എടുത്തിട്ട് അതിന്റെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ വേർതിരിക്കുന്നതിന് മുമ്പ് മേളിൽ, ഓരോ പാരഗ്രാഫിന്റെ മേളിൽ എന്ന് വേണമെങ്കിൽ പറയാം, ഓരോ അക്ഷരം കൊടുത്തിട്ടുണ്ട്. അത് എബ്രായ അക്ഷരമാല ഇങ്ങനെ ഓർഡറിൽ താഴോട്ട് കൊടുത്തിരിക്കണം. ആലഫ്, ബേത്ത്, ഗീമൽ, ദാലത്ത്. അതുകൊണ്ട് നീറോൺ കൈസർ എന്ന് പറയുന്ന ഗ്രീക്ക് പേരിനെ എബ്രായ ഭാഷയിലേക്ക് മാറ്റി എഴുതിയാൽ എബ്രായ ഭാഷയിൽ ആദ്യം വരുന്ന അക്ഷരം നുൺ എന്ന് പറയുന്ന അക്ഷരമാണ്. അതിന്റെ സ്ഥാനവില 50 ആണ്. രണ്ടാമതായി വരുന്ന നീറോ, റോ എന്ന് എബ്രായ ഭാഷയിൽ വരുന്ന അക്ഷരം റേഷ് എന്ന് പറയുന്ന അക്ഷരമാണ്. അതിന്റെ സ്ഥാനവില 200 ആണ്. നീറോ അടുത്ത എബ്രായ ഭാഷയിൽ വരുമ്പോൾ വൗ എന്ന് പറയുന്ന അക്ഷരമാണ്. അത് 6 ആണ്, 6 ആണ്. വീണ്ടും നുൺ ആവർത്തിച്ചു വരുന്നു, നീറോൺ, നുൺ ആവർത്തിച്ചു വരുന്നു. അത് 50 വീണ്ടും വരികയാണ്. പിന്നെ കൈസർ എന്നുള്ളതിന്റെ ആദ്യത്തെ എബ്രായ ഭാഷയിലേക്ക് മാറ്റി എഴുതിയാൽ കോഫ് എന്ന് പറയുന്ന അക്ഷരമാണ് വരുന്നത്. അതിന്റെ വില 100 ആണ്. അടുത്ത അക്ഷരം സാമക്കാണ്, അതിന്റെ വില 60 ആണ്. വീണ്ടും റേഷ് ആവർത്തിച്ചു വരുന്നു, 200 ആണ്. അങ്ങനെ ഈ അക്ഷരങ്ങളെല്ലാം കൂട്ടിയാൽ 666. നീറോൺ കൈസർ എന്ന് പറയുന്ന പേര് എബ്രായ ഭാഷയിലേക്ക് മാറ്റി എഴുതി എബ്രായ ഭാഷയിലെ അക്ഷരത്തിന്റെ സ്ഥാനവില കൂട്ടിയാൽ കിട്ടുന്ന നമ്പറാണ് 666. 666 വെളിപാട് പുസ്തകത്തിൽ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തു വിശ്വാസികളെ ക്രൂരമായി പീഡിപ്പിച്ച നീറോ ചക്രവർത്തിയെ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ റോമൻ സാമ്രാജ്യത്തെ പ്രതിനിധീകരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇതാണ് 666 അർത്ഥം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ അർത്ഥം അനേക ക്രിസ്തു വിശ്വാസികളുടെ രക്തം ചൊരിഞ്ഞ ഒരു ഭരണകൂടമാണ്, ജീവനെ നിഷേധിക്കുന്ന ഒരു ഭരണകൂടം. ഇതിന് ബദലായി പുത്തൻ യെരൂശലേമിനെ എങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്ന അറിയാമോ? പുതിയ യെരൂശലേമിനെ കുറിച്ച് ചിത്രീകരിച്ചിരിക്കുന്നതെല്ലാം ജീവൻ അതിന്റെ പൂർണ്ണതയിൽ നിലനിൽക്കുന്ന ഇടമായിട്ട്. 22-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ പറയുന്നു പുതിയ യെരൂശലേമിൽ എന്തുണ്ടെന്നറിയാമോ? ജീവജലത്തിന്റെ നദികൾ ഉണ്ട് എന്നാണ് പറയുന്നത്. റിവർ ഓഫ് ലൈഫ് ഉണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റെവലേഷൻ 22:2 പറയുന്നു ഈ റിവർ ഓഫ് ലൈഫ്, അതായത് ജീവജലത്തിന്റെ ഉറവയുണ്ടല്ലോ, ഉറവയുടെ വശങ്ങളിലെല്ലാം എന്തുണ്ടെന്നറിയാമോ? ജീവവൃക്ഷമുണ്ട് എന്നാണ് പറയുന്നത്. ട്രീ ഓഫ് ലൈഫ് ഉണ്ട്. ഈ ജീവവൃക്ഷത്തിന്റെ ഇലകളുണ്ടല്ലോ, ഇലകൾ അത് രോഗോപശാന്തിക്ക് ഉപയോഗിക്കാൻ പറ്റും. ലീവ്സ് ഓഫ് ദ ട്രീസ് ആർ ഫോർ ദ ഹീലിംഗ് ഓഫ് ദ നേഷൻസ്, അങ്ങനെ പറയണം. അപ്പോൾ ജീവൻ അതിന്റെ സമൃദ്ധിയിൽ നിലനിൽക്കുന്ന ഒരു ഇടമായിട്ടാണ് ഒന്ന് ജീവൻ തകർത്തു കളയുന്ന ഇടമായിട്ട് ബാബിലോൺ ആസ് എ മർഡർ എന്ന് രേഖപ്പെടുത്തുമ്പോൾ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് പുതിയ യെരൂശലേം ജീവൻ അതിന്റെ സമൃദ്ധിയിൽ നിലനിൽക്കുന്ന ഇടം. 22-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ അവിടെ ജീവനുള്ള ആരാധനയുണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവസാനത്തിലേക്ക് വരുമ്പോൾ ജീവനുള്ള വചനമുണ്ട് എന്ന് പറയുക. ഇവിടെ എല്ലാം ലൈഫിന്റെ സെലിബ്രേഷൻ ആണ് കാണിക്കുന്നത്. ഒന്ന് നിഗേഷൻ ഓഫ് ലൈഫ് ആണെങ്കിൽ മറ്റത് അഫർമേഷൻ ഓഫ് ലൈഫ്. ഒന്ന് മർഡറായി രേഖപ്പെടുത്തിയിരിക്കുന്നെങ്കിൽ മറ്റിടത്ത് ജീവൻ അതിന്റെ സമൃദ്ധിയിൽ ആഘോഷിക്കുന്ന ഇടമായിട്ടാണ് രേഖപ്പെടുത്തുന്നത്.
കം ഔട്ട് ഓഫ് ബാബിലോൺ ആൻഡ് എൻ്റർ ഇൻ ടു ന്യൂ ജെറുസലേം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ജീവനെ നിഷേധിക്കുന്ന മർദ്ദക ഘടനയിൽ നിന്നും നിങ്ങൾ എവിടേക്ക് വരണം? ജീവൻ അതിന്റെ സമൃദ്ധിയിൽ ആഘോഷിക്കുന്ന ഇടത്തിലേക്ക് വരണം. അതുകൊണ്ടാണ് വേദപുസ്തക പഠിതാക്കൾ ഈ ന്യൂ ജെറുസലേമിനെ കുറിച്ച് പറയുന്നത് ന്യൂ ജെറുസലേം ആസ് എ ഗ്രീൻ സിറ്റി. കാരണം ജീവജലത്തിന് നദിയുണ്ട്, ജീവവൃക്ഷമുണ്ട്, ജീവവൃക്ഷത്തിൽ ഫലമുണ്ട്, ആ ജീവവൃക്ഷത്തിന്റെ ഇലകൾ രോഗോപശാന്തിക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ ന്യൂ ജെറുസലേം ആസ് എ ഗ്രീൻ സിറ്റി എന്നാണ് പറയുന്നത്. അത്തരത്തിൽ കമ്പയർ ചെയ്തുകൊണ്ട് വെളിപാട് പുസ്തകം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് നമ്മളോട് പറയുന്ന ആശയം എന്താണെന്ന് അറിയാമോ? കം ഔട്ട് ഓഫ് ബാബിലോൺ ആൻഡ് എൻ്റർ ഇൻ ടു ന്യൂ ജെറുസലേം. എന്തുകൊണ്ടാണ് കം ഔട്ട് ഓഫ് ബാബിലോൺ ആൻഡ് എൻ്റർ ഇൻ ടു ന്യൂ ജെറുസലേം എന്ന് പറയുന്നത്? 3 കാരണങ്ങളാണ്. ഒന്ന്, ബാബിലോൺ ആസ് എ വോർ ആൻഡ് ന്യൂ ജെറുസലേം ആസ് എ ബ്രൈഡ്. ബാബിലോൺ ആരാണ്? വേശ്യയാണ്. കാരണം ദൈവവുമായുള്ള ഉടമ്പടി ബന്ധം തകർത്തു കളയുന്ന ഇടമാണ്. എന്നാൽ പുതിയ യെരൂശലേം ദൈവവുമായുള്ള സജീവമായ ബന്ധത്തിൽ നിലനിൽക്കാൻ സഹായിക്കുന്ന ഇടം. രണ്ടാമത് നമ്മൾ കേട്ടു ബാബിലോൺ ആസ് എൻ എക്കണോമിക് എക്സ്പ്ലോയിറ്റർ ആൻഡ് ന്യൂ ജെറുസലേം ആസ് എ പ്ലേസ് ഓഫ് ജസ്റ്റിസ് ആൻഡ് പീസ്. പുതിയ യെരൂശലേം നീതി സമാധാനവും നിലനിൽക്കുന്ന ഇടമാണ്. അതുകൊണ്ട് ബാബിലോണിനെ വിട്ട് പുതിയ യെരൂശലേമിന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കും. അവസാനമായി നമ്മൾ കേട്ടു ബാബിലോൺ ആസ് എ മാർഡറർ ആൻഡ് ന്യൂ ജെറുസലേം ആസ് എ പ്ലേസ് ഓഫ് ലൈഫ് ഇൻ ഇറ്റ്സ് അബൻഡൻസ്. പുതിയ യെരൂശലേം ജീവൻ അതിന്റെ സമൃദ്ധിയിൽ നിലനിൽക്കുന്ന ഇടമാണ്. അതുകൊണ്ട് പുതിയ യെരൂശലേമിന്റെ അനുഭവത്തിൽ ജീവിക്കുവാൻ നമ്മളുടെ ജീവിതത്തെ ഒരുക്കാം. ആ പുതിയ യെരൂശലേമിന്റെ പൂർണ്ണതയ്ക്കായി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. കർത്താവിനോട് ചേർന്നുള്ള ഒരു ജീവിതം നമുക്കുണ്ട് എന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തൽ നൽകി പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും സാഹചര്യത്തിൽ ജീവിക്കുവാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, പീഡനം നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. തിന്മശക്തികൾ പ്രബലപ്പെട്ട ഒരു കാലഘട്ടമാണ്. പാപത്തിന്റെ ഘടനകൾ വളരെ പ്രലോഭനം ചെലുത്തിയ ഒരു കാലഘട്ടത്തിലാണ് വെളിപാട് പുസ്തകം എഴുതിയത്. അതിന് മധ്യത്തിൽ വെളിപാട് പുസ്തകം പറയുന്നു ഒരു പ്രത്യാശയ്ക്കുള്ള ഒരു വകയുണ്ട്. പുതിയ യെരൂശലേമിനുള്ള സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് പാപത്തിന്റെ ഘടനകളെ വിട്ട് പുതിയ യെരൂശലേമിന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾ ഒരുങ്ങിക്കൊള്ളി. അത് നീതി നിലനിൽക്കുന്ന സ്ഥലമാണ്, അത് സമാധാനം നിലനിൽക്കുന്ന സ്ഥലമാണ്. അവിടെ ഇതാ മനുഷ്യരോടൊപ്പം ദൈവത്തിന്റെ കൂടാരമുള്ള ഇടമാണ്. അവിടെ മനുഷ്യരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി തുടച്ചു കളയുന്ന കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. ആ കുഞ്ഞാടി ജീവജലത്തിന്റെ ഉറവെങ്കിലേക്ക് നിങ്ങളെ നയിക്കും. അവിടെ ജീവജലത്തിന്റെ നദിയുണ്ട്, ജീവജലത്തിന്റെ ഉറവയുണ്ട്, ജീവൻ അതിന്റെ സമൃദ്ധിയിൽ ആഘോഷിക്കുവാനുള്ള ഇടമുണ്ട്. അങ്ങനെ ആ സുന്ദര സുരഭിലമായ പുതിയ യെരൂശലേമിന്റെ, പുതിയ ആകാശത്തിന്റെയും പുതിയ ഭൂമിയുടെയും അനുഭവം സ്വപ്നം കണ്ടുകൊണ്ട് ആ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരുക്കത്തോടെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ നമുക്ക് മുമ്പോട്ട് നയിക്കാം. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വെളിപാട് പുസ്തകം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വളരെ സഹായകരമായ ഒരു ചെറിയ പഠന പുസ്തകമാണ് മറ നീക്കേണ്ട മർമ്മങ്ങൾ എന്നുള്ള പുസ്തകം. ഇത് വളരെ ഓരോ വാക്യത്തെ വിശദമാക്കി പറയുന്ന ഒരു കമന്ററി അല്ല, എന്നാൽ 10 പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മൾ എടുത്തുകൊണ്ട് വെളിപാട് പുസ്തകം എങ്ങനെ പഠിക്കാൻ സാധിക്കും എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു 10 ചാപ്റ്റേഴ്സ് ഉള്ള ചെറിയൊരു പുസ്തകമാണ്. ഒരു 100 പേജ് താഴെ 80 പേജുള്ള ഒരു ബുക്ക്ലെറ്റ് രൂപത്തിലുള്ള ഒരു പുസ്തകമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വെളിപാട് പുസ്തകം തുടർന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർ ഈ പുസ്തകം വായിച്ച് ഇതിലെ ആശയങ്ങൾ ഉൾക്കൊള്ളണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിച്ചുകൊണ്ടും, ഈ വെളിപാട് പുസ്തകം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, ഇത് നമ്മൾ ഇതുവരെയും വെളിപാട് പുസ്തകം പഠിക്കാൻ പൂർണ്ണമായി തുടങ്ങിയിട്ടില്ല, ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇതിന്റെ വെളിച്ചത്തിൽ ഈ വെളിപാട് പുസ്തകത്തിലേക്ക് ഒന്ന് പ്രവേശിക്കുവാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ആ പഠനം ഏറെ അർത്ഥപൂർണ്ണമായി തീരും. ഇതിലെ പ്രതീകങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, ഇതിലെ സംഖ്യകളെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അത് നമ്മളെ സഹായിക്കും. ഇതൊരു പ്രത്യാശയിലേക്കും വിശ്വാസത്തിലേക്കും നമ്മളെ നയിക്കുന്ന ഒരു പുസ്തകമാണ്. അത്തരത്തിൽ ഈ വെളിപാട് പുസ്തകം പഠിക്കുവാൻ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എനിക്ക് അനുവദിച്ച് തന്നിട്ടുള്ള ക്ലാസ് സമയത്തിനുള്ളിൽ എൻ്റെ ക്ലാസ്സുകൾ പൂർത്തീകരിക്കുന്നു. ഇത്തരത്തിലൊരു ക്ലാസ് എടുക്കുവാൻ എനിക്ക് അവസരം തന്ന ബഹുമാനപ്പെട്ട ജോൺ ടി തോമസ് അച്ഛനോടും ഇടവ മിഷന്റെ ഭാരവാഹികളോടും ഈ ശുശ്രൂഷയ്ക്കായി എന്നെ ക്ഷണിച്ച എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ജിനുവിനോടും നിങ്ങളെല്ലാവരോടും ശ്രദ്ധയോടുകൂടി ഈ ക്ലാസ്സിൽ സംബന്ധിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് എന്തായാലും ചോദ്യങ്ങൾ വല്ലതും ഉണ്ടോ?